ഇന്ന് ഭഗവത്ഗീത ക്ലാസ്സിന്റെ അവസാന ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ ചാപ്റ്റർ 18-ാം അധ്യായം ഇന്നിവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇന്ന് ക്ലാസ് എടുക്കാൻ വന്നിരിക്കുന്നത് ദീനനാഥ് വിഠൽ ദാസ് പ്രഭുജിയാണ്. അപ്പോൾ ഇന്ന് ഭഗവത്ഗീത സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഓപ്പണിംഗ് പ്രേയേഴ്സ് പറയാം. നമോ വിഷ്ണുപദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിതി നാമിനേ നമസ്തേ സരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പശ്ചാത്തദശതാരിണേ ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗര ഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ജയ പ്രഭുപദാ ജയ പ്രഭുപദാ പ്രഭുപദാ ജയ പ്രഭുപദാ. നിത്യ ഗൗര ഹരി ബോൽ ഹരി ബോൽ हरि बोल नित्य गौर हरि बोल. नाम संकीर्तन की जय श्रील प्रभुपाद की जय. അപ്പോ ഇന്ന് നമുക്ക് 108 തവണ ഹരിനാമം ചൊല്ലിക്കൊടുക്കാനും അതുപോലെ ഭഗവത്ഗീതയുടെ അവസാനത്തെ ഭാഗം പറഞ്ഞ് നമുക്ക് വിവരിച്ചു കൊടുക്കാനും ഇവിടെ വന്നിരിക്കുന്നത് ദീനനാഥ് വിഠൽ ദാസ് പ്രഭു ആണ്. അദ്ദേഹത്തെ കുറിച്ച് 2 വാക്ക് സംസാരിക്കാം. ദിൻകർ വിട്ടലപ്പായി അല്ലെങ്കിൽ ദീനനാഥ് വിഠൽ ദാസ് പ്രഭുജി തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടി. അതിനുശേഷം IIT മദ്രാസിൽ നിന്നും എംടെക് ബിരുദവും നേടി. ബാംഗ്ലൂർ വിപ്രോ ഇൻഫോടെക് തൊഴിൽ ജീവിതം ആരംഭിച്ചു. പിന്നീട് ദുബായ് അലൂമിനിയം കമ്പനിയിൽ സീനിയർ മാനേജർ IT ആയിട്ട് പ്രവർത്തിച്ചു. പ്ലാൻ ഓട്ടോമേഷൻ മേഖലയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രത്യേക വൈദഗ്ധ്യം. ദുബായ് ജോലി ചെയ്യുന്നതിനിടെ 1995 മുതൽ ഇസ്കോണുമായിട്ട് പരിചയപ്പെട്ടു. അദ്ദേഹം ഹിസ് ഹോളിനസ് ജയപതാക സ്വാമി മഹാരാജിന്റെ ശിഷ്യനും കൂടെയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയും 2 പുത്രിമാരും ശ്രീല പ്രഭുപാദർ നിർദ്ദേശിച്ച കൃഷ്ണ ഭാവനാമൃത ജീവിത ശൈലി സജീവമായിട്ട് അനുഷ്ഠിച്ചു പോരുന്നു. കൊച്ചി ഇസ്കോണുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് സേവനം അനുഷ്ഠിച്ച് വരുന്നു. അദ്ദേഹത്തെ നമ്മൾ സ്വാഗതം ചെയ്യാം ഇന്നത്തെ ക്ലാസ്സിന് വേണ്ടി. ഹരേ കൃഷ്ണ പ്രഭു, ഓവർ ടു യു. ഹരേ കൃഷ്ണ. ആദ്യമായിട്ട് നമുക്ക് ഒരു മാല, അതായത് 108 തവണ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാം. നിങ്ങൾ എത്രയോ തവണ ചെയ്തു കഴിഞ്ഞാണ്, അതുകൊണ്ട് എല്ലാവർക്കും അറിയാം എന്നുള്ള വിശ്വാസത്തിൽ ആരംഭിക്കട്ടെ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ
ശ്രീ ശ്രീ അദ്വൈത അദ്വൈതാദര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ രാമ രാമ ഹരേ രാമ ഹരേ. ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ. രാമ ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ കൃഷ്ണ ഹരേ. ഹരേ 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 രാമ 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 ഹരേ ഹരേ. രാമ രാമ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ രാമ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ ഹരേ. ഹരേ ഹരേ രാമ കൃഷ്ണ രാമ രാമ കൃഷ്ണ ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ,
ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ ഹരേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ രാമ ഹരേ രാമ ഹരേ, രാമ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ ഹരേ, കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ രാമ കൃഷ്ണ ഹരേ കൃഷ്ണ രാമ ഹരേ രാമ രാമ ഹരേ, ഹരേ ഹരേ രാമ ഹരേ രാമ കൃഷ്ണ രാമ കൃഷ്ണ രാമ ഹരേ ഹരേ, ഹരേ ഹരേ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ കൃഷ്ണ രാമ കൃഷ്ണ രാമ ഹരേ ഹരേ ഹരേ, ഹരേ ഹരേ കൃഷ്ണ രാമ 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 ഹരേ ഹരേ ഹരേ, രാമ ഹരേ ഹരേ രാമ കൃഷ്ണ രാമ രാമ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ഹരേ ഹരേ, ഹരേ കൃഷ്ണ രാമ രാമ ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ ഹരേ, കൃഷ്ണ ഹരേ കൃഷ്ണ രാമ രാമ ഹരേ രാമ രാമ ഹരേ ഹരേ രാമ ഹരേ, രാമ ഹരേ രാമ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ രാമ 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 ഹരേ, ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ ഹരേ രാമ രാമ ഹരേ ഹരേ രാമ 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 ഹരേ രാമ ഹരേ 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 ഹരേ, കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഹരേ, രാമ ഹരേ രാമ 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 ഹരേ ഹരേ രാമ ഹരേ രാമ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ രാമ കൃഷ്ണ രാമ രാമ കൃഷ്ണ ഹരേ ഹരേ ഹരേ, ഹരേ ഹരേ കൃഷ്ണ രാമ ഹരേ ഹരേ കൃഷ്ണ രാമ 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 ഹരേ ഹരേ, രാമ 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 ഹരേ 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 കൃഷ്ണ രാമ കൃഷ്ണ ഹരേ കൃഷ്ണ രാമ ഹരേ രാമ രാമ ഹരേ ഹരേ രാമ ഹരേ, രാമ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ, കൃഷ്ണ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഹരേ, ഹരേ ഹരേ രാമ രാമ ഹരേ രാമ രാമ ഹരേ രാമ കൃഷ്ണ ഹരേ ഹരേ ഹരേ, കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ രാമ കൃഷ്ണ രാമ ഹരേ രാമ ഹരേ, ഹരേ ഹരേ രാമ കൃഷ്ണ ഹരേ ഹരേ രാമ കൃഷ്ണ കൃഷ്ണ രാമ രാമ ഹരേ 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 ഹരേ, രാമ ഹരേ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ രാമ കൃഷ്ണ ഹരേ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഹരേ, ഹരേ ഹരേ രാമ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ കൃഷ്ണ ഹരേ ഹരേ രാമ ഹരേ, രാമ ഹരേ രാമ 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 ഹരേ രാമ ഹരേ ഹരേ, കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ ഹരേ രാമ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ ഹരേ രാമ കൃഷ്ണ ഹരേ ഹരേ രാമ കൃഷ്ണ രാമ രാമ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ 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 ഹരേ, കൃഷ്ണ ഹരേ ഹരേ രാമ കൃഷ്ണ കൃഷ്ണ രാമ 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 ഹരേ ഹരേ ഹരേ, രാമ രാമ ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ കൃഷ്ണ ഹരേ, ഹരേ ഹരേ രാമ 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 ഹരേ ഹരേ ഹരേ, ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഹരേ, ഹരേ രാമ ഹരേ ഹരേ രാമ രാമ ഹരേ ഹരേ ഹരേ, കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ രാമ ഹരേ ഹരേ, രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ ഹരേ, കൃഷ്ണ 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 ശ്രീ ഹരേ ഹരേ. ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശിവാസാദി ഗൗരം. അപ്പോൾ നമ്മൾ ജപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ. ഒന്ന്,
ഓരോ അക്ഷരങ്ങളും സ്ഫുടമായിട്ട് ഉച്ചരിക്കുക. 2, നമ്മൾ എന്ത് ഉച്ചരിക്കുന്നുവോ അത് വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുക. നമ്മുടെ മനസ്സ് മുഴുവനും ആ കേൾക്കുന്നതിലായിരിക്കണം. ഈ 2 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജപം പെർഫെക്റ്റ് ആയി എന്ന് പറയാം. ഓക്കെ. അപ്പം ഇന്ന് നേരത്തെ പറഞ്ഞ പോലെ ഭഗവത്ഗീതയുടെ അവസാനത്തെ ക്ലാസ്സാണ്. അവസാനത്തെ 15 ശ്ലോകങ്ങളാണ്. ആദ്യം നമുക്ക് ഭഗവാൻ സ്മരണയോടുകൂടി ആരംഭിക്കാം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. മൂകം കരോതി വാചാലം പങ്കും ലംഘേതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീചൈതന്യീശ്വരം ശ്രീഗുരും ഭവതാരണം. കഥാഞ്ജനസ്മൃതേസ്മിൻ ദുഷ്കരം സുകരം ഭവേത് വിസ്മൃതേ വിപരീതം സ്യാത്. ശ്രീചൈതന്യം നമാമ്യഹം. ഏകദേശം 3 മാസം മുമ്പാണ് നമ്മളത് ഭഗവത്ഗീത ശ്ലോകങ്ങൾ പഠിക്കാനായിട്ട് തുടങ്ങിയത്. 12 ആഴ്ച. അങ്ങനെ നമ്മളിന്ന് 18-ാം അധ്യായത്തിലെ അവസാനത്തെ 18 ശ്ലോകങ്ങൾ ബാക്കിയുണ്ട് ഇന്ന്. ഓക്കെ. ഈ 18 എന്ന് പറയുന്നത് മഹാഭാരതമായിട്ട് കണക്ഷനുള്ള ഒരു നമ്പറാണ്. കാര്യം മഹാഭാരതത്തിൽ നിന്നാണ് ഭഗവത്ഗീത എടുത്തിരിക്കുന്നത്, അല്ലേ? മഹാഭാരതത്തിന്റെ ഒരു പാർട്ടാണ് ഭഗവത്ഗീത. അപ്പോൾ മഹാഭാരതത്തിൽ 18 പർവ്വങ്ങളുണ്ട്. മഹാഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാഭാരത യുദ്ധമാണ്. അത് 18 ദിവസം നീണ്ടു നിന്നു. അതില് 11 അക്ഷൗഹിണികൾ ഉണ്ടായിരുന്നു. 11 കൗരവ സൈഡിലും 7 പാണ്ഡവ സൈഡിലും. അവിടെ ഭഗവത്ഗീത മഹാഭാരതത്തിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ്. അതിലെ 18 അധ്യായങ്ങളാണ് ഭഗവത്ഗീത. അതുകൊണ്ട് ഭഗവത്ഗീതയെ അഷ്ടാദശാധ്യായി എന്നും പറയാറുണ്ട്. 18 അധ്യായങ്ങളുള്ളത്. അപ്പോ ആ 18-ാം അധ്യായത്തിലെ അവസാനത്തെ 18 ശ്ലോകങ്ങളാണ് ഇന്ന് ബാക്കിയുള്ളത്. 18-ാം ശ്ലോകത്തിന്റെ പേരെന്ന് പറയുന്നത് മോക്ഷ സന്യാസ യോഗം അഥവാ സന്യാസത്തിന്റെ പരിപൂർണത. ഇത് ഭഗവത്ഗീതയുടെ ഒരു ഉപസംഹാരം അഥവാ കൺക്ലൂഷൻ ആയിട്ടുള്ള ഒരു അധ്യായമാകുന്നു. ഭഗവാനിലുള്ള ശരണാഗതിയെ എടുത്തു കാണിക്കാനായിട്ട്, അതിൻ്റെ പ്രാധാന്യം അരക്കിട്ടുറപ്പിക്കാനായിട്ട് നേരത്തെ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ഈ അധ്യായത്തിൽ ഭഗവാൻ ചുരുക്കി പറഞ്ഞിരിക്കുന്നു. ഉദാഹരണത്തിന് ആദ്യത്തെ 12 ശ്ലോകങ്ങൾ എന്ന് പറയുന്നത് ആദ്യത്തെ 6 അധ്യായം കർമ്മയോഗത്തിന്റെ സാരാംശമാണ് ആദ്യത്തെ 12 ശ്ലോകങ്ങൾ. ഓക്കെ. അപ്പം അതായത് എന്താണ് ഭഗവാൻ പറയുന്നത്? കർമ്മഫലം ആണ് ത്യജിക്കേണ്ടത്, കർമ്മത്തെ അല്ല. അർജുനൻ യുദ്ധം ചെയ്യാനായിട്ട് വിസമ്മതിച്ചു. ആ സമയത്ത് ഭഗവാൻ പറയാണ്, യുദ്ധഫലം എന്തായാലും അർജുനൻ ഒരു ക്ഷത്രിയനാണ്, ക്ഷത്രിയന്റെ ധർമ്മം ആയിട്ടുള്ള യുദ്ധം ചെയ്യുക. അത് ഒരു കർത്തവ്യം എന്ന നിലയിൽ ഫലാസക്തി, അതായത് ഫലം ജയമോ പരാജയമോ ആകട്ടെ, അതിനെക്കുറിച്ച് ചിന്തിക്കാതെ തനിക്ക് നിർദ്ദിഷ്ടമായ കർമ്മം ചെയ്യുക, യുദ്ധം ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് കർമ്മഫലമില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ ആദ്യത്തെ 12 ശ്ലോകങ്ങളിൽ കർമ്മയോഗം, യഥാർത്ഥ സന്യാസം എന്നാൽ എന്താണ്? കർമ്മം ത്യജിക്കുകയല്ല, കർമ്മഫലത്തെയാണ് ത്യജിക്കേണ്ടത്. അത് സത്വഗുണത്തിലുള്ള ത്യാഗമാണ് എന്ന് പറഞ്ഞു. 13 മുതൽ 18 വരെയുള്ള ശ്ലോകങ്ങളിൽ അധ്യായം 13 മുതൽ 17 വരെ, 18 വരെയാണ് ജ്ഞാനയോഗം എന്ന് പറയുന്നത്. ഇത് 18-ാമത്തെ അധ്യായം അതുകൊണ്ട് 13 മുതൽ 17 വരെ പറഞ്ഞ കാര്യങ്ങൾ ചുരുക്കി ഈ ഒരു 6 ശ്ലോകങ്ങളിൽ പറഞ്ഞു. അവിടെയാണ് കർമ്മത്തിന് അടിസ്ഥാനമായിട്ടുള്ള 5 ഘടകങ്ങൾ എന്താണ് പറഞ്ഞു. ഈ ഘടകങ്ങളുടെ, അതായത് ദേഹം, ദേഹി, ഇന്ദ്രിയങ്ങൾ, പല വിധത്തിലുള്ള ഉദ്യമങ്ങൾ, പിന്നെ പരമാത്മാവ്, ഏറ്റവും പ്രധാനപ്പെട്ടത് പരമാത്മാവാണ്. ഓക്കെ. അപ്പം ഈ 5 കാര്യങ്ങൾ വെച്ചിട്ടുള്ള നടക്കുന്ന കർമ്മങ്ങൾ എങ്ങനെ പ്രകൃതിയുടെ 3 ഗുണങ്ങൾ, സത്വരജസ്തമ ഗുണങ്ങൾക്ക് അനുസരിച്ച് ചെയ്യപ്പെടുന്നു എന്നാണ് 19 മുതൽ 40 വരെയുള്ള ശ്ലോകങ്ങൾ പറഞ്ഞത്.
41 മുതൽ 48 വരെയുള്ള ശ്ലോകങ്ങളിൽ വർണ്ണാശ്രമ വ്യവസ്ഥയിൽ അതായത് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്രന്മാരുടെ വർണ്ണം അനുസരിച്ച് അവർക്ക് എങ്ങനെ പ്രവൃത്തിയിൽ ഏർപ്പെടാം, ഭഗവാനെ ആരാധിക്കാം എന്ന് പറഞ്ഞു. 49 മുതൽ 55 വരെയുള്ള ശ്ലോകങ്ങളിൽ ഭഗവാൻ ഗുഹ്യമായിട്ടുള്ള അറിവിനെ പറ്റിയാണ് പറഞ്ഞത്. ഗുഹ്യം ഓക്കെ എന്നുവെച്ചാൽ രഹസ്യമായിട്ടുള്ള ജ്ഞാനം. എന്താണ് രഹസ്യമായിട്ടുള്ള ജ്ഞാനം? താൻ ശരീരമല്ല, ആത്മാവാണ്. ഓക്കെ, അപ്പം ജ്ഞാനയോഗത്തിലൂടെ ഫലരഹിതമായ കർമ്മങ്ങൾ അനുസരിച്ചിട്ട് നമുക്ക് ബ്രഹ്മൺ തലത്തിലെത്താം, അങ്ങനെ ശുദ്ധ ഭക്തിയുത സേവനത്തിലെത്താം എന്നുള്ള ഗുഹ്യജ്ഞാനം അവിടെ പറഞ്ഞു. 56 മുതൽ 60 വരെയുള്ള ശ്ലോകങ്ങളിൽ ഓക്കെ ശുദ്ധ ഭക്തിയുത സേവനത്തെ പറ്റി പറഞ്ഞു. ഭഗവാനെ എങ്ങനെ പൂർണ്ണമായിട്ട് ആശ്രയിച്ച് ഭഗവാന്റെ അവബോധത്തിൽ പ്രവർത്തിക്കാം, അങ്ങനെ പ്രകൃതിയുടെ 3 ഗുണങ്ങൾക്ക് അതീതനാകാം എന്ന് പറഞ്ഞു. അതുവരെയാണ് നമ്മൾ ഇതുവരെ കണ്ടത്, കഴിഞ്ഞ ക്ലാസ് വരെ. ഓക്കെ, ഇനിയാണ് ബാക്കിയുള്ള 18 ശ്ലോകങ്ങളാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. അപ്പൊ 61 മുതൽ 63 വരെയുള്ള ശ്ലോകങ്ങളിൽ ഒന്നുകൂടി രഹസ്യമായിട്ടുള്ള അറിവാണ്. ഗുഹ്യതരം, ഗുഹ്യം, ഗുഹ്യതരം, ഗുഹ്യതമം. സീക്രട്ട്, മോർ സീക്രട്ട്, മോസ്റ്റ് സീക്രട്ട്. അപ്പം ഗുഹ്യതരമായിട്ടുള്ള അറിവ്, അതായത് ഞാൻ ശരീരമല്ല ആത്മാവാണ് എന്നുള്ളത് ഗുഹ്യജ്ഞാനം. പക്ഷേ അതിനേക്കാളും ശ്രേഷ്ഠമായിട്ടുള്ള അറിവാണ് ആ ആത്മാവിന്റെ കർത്തവ്യം എന്ന് പറയുന്നത് പരമാത്മാവിനെ ആശ്രയിക്കുക. അതാണ് ഈ 3 ശ്ലോകങ്ങൾ ഭഗവാൻ പറയുന്നത്. നമുക്ക് നോക്കാം. ശ്ലോകം 61. ഈശ്വര സർവഭൂതാനാം ഹൃദയേശേ അർജുന തിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയാ. വിവർത്തനം ശ്രീലപ്രഭാത. ജയ ശ്രീലപ്രഭാത. അർജുന, പരമപുരുഷൻ എല്ലാവരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുകയും ഭൗതിക ശക്തിയാൽ നിർമ്മിതമായ യന്ത്രത്തിൽ എന്ന പോലെ സ്ഥിതി ചെയ്യുന്ന ജീവാത്മാക്കളുടെ ഭ്രമണത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. അപ്പം പരമാത്മാവ് ആരാണെന്ന് നമുക്ക് 13-ാം അധ്യായത്തിൽ 23-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു. എന്താണത്? ഉപദൃഷ്ടാനുമന്താജ ഭർത്താഭോക്താ മഹേശ്വര പരമാത്മേതി ചാപ്യുക്തോ ദേഹേസ്മിൻ പുരുഷപ്പര. അതായത് പരമാത്മാവ് ഈശ്വരനാണ്, അഥവാ നിയന്ത്രാതാവാണ്. ഒരു പാവകളിക്കാരനെ പോലെ ഈ ജീവനെ എടുത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് മേൽനോട്ടം ചെയ്യുന്നു, എല്ലാം കാണുന്നു, എല്ലാത്തിനും അനുമതി കൊടുക്കുന്നു, സകലത്തിനെയും ഭരിക്കുന്നു. പരമ ആസ്വാദകനാണ്, പ്രകൃതിയുടെ പരമപ്രഭുവാണ്. ഇതെല്ലാം ചേർന്നതാണ് പരമാത്മാവ്. എന്നിട്ട് ഈശസ്യ വശയിലോകോ യോഷാദാരുമയ്യഥ എന്ന ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നു. ഒരു പാവകളിക്കാരനെ പോലെയാണ് ഈ സൃഷ്ടി മുഴുവനും ഭഗവാന്റെ കയ്യില്, ലോകം മുഴുവൻ. അപ്പം അർജുനൻ ഒരു ജീവാത്മാവാണ്. ജീവാത്മാവിന് എല്ലാ അറിവുമില്ല. അപ്പം അയാളുടെ പൂർവ്വകർമ്മം അനുസരിച്ചിട്ട് പരമാത്മാവായി ജീവാത്മാവിനെ പല വിധത്തില് നയിക്കുന്നു. ഈ ജീവനാകട്ടെ പ്രകൃതിയുടെ 3 ഗുണങ്ങൾക്ക് അധീനമായിട്ട് പ്രവർത്തിക്കുന്നു. അപ്പം ജീവൻ സ്വതന്ത്രനല്ലാത്തത് കൊണ്ട് സദാ ഭഗവാന്റെ അഥവാ പരമാത്മാവിന്റെ നിയന്ത്രണത്തിലായതുകൊണ്ട് ഭഗവാനെ ശരണം പ്രാപിക്കുകയാണ് ജീവന്റെ യഥാർത്ഥ കർത്തവ്യം. ഇനി 62-ാമത്തെ ശ്ലോകം. തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത തത് പ്രസാദാത് പരാം ശാന്തിം സ്ഥാനം പ്രാപ്സ്യസി ശാശ്വതം. ഹേ ഭാരത, ആ പരമപുരുഷനെ ആത്മാർപ്പണം ചെയ്യൂ. അവിടുത്തെ പ്രസാദം കൊണ്ട് നീ പരമമായ ശാന്തി നേടും, ശാശ്വതമായ പരമപദം പ്രാപിക്കും. അപ്പം അങ്ങനെ ആ പരമപുരുഷനെ പൂർണ്ണ ശരണം പ്രാപിച്ചാൽ അവിടുത്തെ കരുണയാൽ നമുക്ക് ജീവാത്മാവിന് ശാന്തി ലഭിക്കും. പരമപദം അഥവാ ശാശ്വതമായിട്ടുള്ള സ്ഥാനം എവിടെയാണെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. എവിടെ എത്തിക്കഴിഞ്ഞാൽ തിരിച്ചു വരേണ്ടതില്ലയോ അതാണ് എൻ്റെ സ്ഥാനം, വൈകുണ്ഠം, ആധ്യാത്മിക ലോകം. ഇത് ഭഗവാൻ നേരത്തെ പറഞ്ഞു. അപ്പം അത് ലഭിക്കാനും അങ്ങനെ നമ്മുടെ എല്ലാവിധത്തിലുള്ള ദുരിതങ്ങളിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കാനുമുള്ള മാർഗം ഭഗവാനിവിടെ കാണിച്ചു തരികയാണ്. 63-ാമത്തെ ശ്ലോകം. ഇതി തേജ്ഞാനമാഖ്യാതം ഗുഹ്യാത് ഗുഹ്യതരം മയാ വിമർശയിത അശേഷേണ
യഥേച്ഛസി തഥാ കുരു. ഇപ്രകാരം അതിരഹസ്യമായ ജ്ഞാനമാണ് ഞാൻ നിനക്ക് വിവരിച്ചു തന്നത്. ഇനി സമഗ്രമായി ആലോചിച്ച ശേഷം ഹിതമെന്ന് തോന്നുന്നത് എന്തോ അത് ചെയ്യുക. ഓക്കെ, അപ്പം ഗുഹ്യതരമായിട്ടുള്ള ജ്ഞാനം, അതായത് രഹസ്യത്തിൽ നിന്ന് കൂടുതൽ രഹസ്യമായിട്ടുള്ളത്, അത് പറഞ്ഞ ശേഷം ഭഗവാൻ എന്താ പറയുന്നത്? അർജുനന് ഒരു ചോയ്സ് കൊടുക്കുകയാണ്. നന്നായിട്ട് ആലോചിക്കൂ, എന്നിട്ട് ഇഷ്ടപ്പെടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യൂ. യഥേച്ഛസി തഥാ കുരു. അതായത് നമുക്ക് ഭഗവാൻ ഒരു ചെറിയ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. ഓരോ നിമിഷം, ഏത് നിമിഷമാണെന്നുണ്ടെങ്കിലും ആ സ്വാതന്ത്ര്യം നമുക്കുണ്ട്. എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്ന് തീരുമാനിക്കാനുള്ള ഒരു ചെറിയ വളരെ ചെറിയ ഒരു സ്വാതന്ത്ര്യം. കാര്യം ഈ സ്വാതന്ത്ര്യം പൂർണ്ണമായിട്ടുള്ളത് ഭഗവാനാണ്. ഭഗവാന്റെ അംശമായിട്ടുള്ള ജീവാത്മാവിന് അതിൻ്റെ ഒരു ചെറിയൊരു അംശം സ്വാതന്ത്ര്യം ജീവാത്മാവിനും ഭഗവാൻ കൊടുത്തിരിക്കുന്നു. അത് ഒരിക്കലും ഭഗവാൻ എടുത്തു കളയില്ല, അതിൽ കൈ കടത്തില്ല. ജീവാത്മാവിന് അതെന്താണെന്ന് തീരുമാനിക്കുക, എന്താണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത് അത് ജീവാത്മാവാണ്. അപ്പോ ഒരാൾക്ക് തൻ്റെ ജീവിതം എത്രമാത്രം ഉത്കൃഷ്ടമാക്കാം, ശ്രേഷ്ഠമാക്കാം. അപ്പോ ഭഗവാൻ അതിനായിട്ട് അർജുനൻ നൽകിയ ഉപദേശമാണ് ഭഗവത്ഗീത. എല്ലാ ജീവാത്മാക്കളുടെയും നന്മയ്ക്ക് വേണ്ടിയാണത്. എന്താണത്? ഹൃദയത്തിലുള്ള പരമാത്മാവിനെ ശരണം പ്രാപിക്കൂ. അപ്പം ഒരു ചോദ്യം വരാം. അർജുനന് ഭഗവാൻ നേരത്തിന് മുമ്പിലുണ്ടായിരുന്നു, ഭഗവാൻ ഉപദേശം കൊടുത്തു. നമുക്കാരുണ്ട്? മുമ്പിൽ കൃഷ്ണനില്ല. പക്ഷേ നമ്മളെ ഓരോരുത്തരെയും സംബന്ധിച്ച് കൃഷ്ണന്റെ ഒരു യഥാർത്ഥ പ്രതിനിധി, വിശ്വാസനായിട്ടുള്ള ഒരു ആധ്യാത്മിക ഗുരു നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ വ്യക്തിയിൽ നിന്ന് കിട്ടുന്ന ഉപദേശങ്ങൾ കൃഷ്ണന്റെ ഉപദേശത്തിന് തത്തുല്യമാണ്. ഓരോ വിശ്വാസനായ ഒരു ആധ്യാത്മിക ഗുരുവിനെ സമീപിച്ച് അദ്ദേഹത്തെ ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ നമുക്കും അർജുനന് കിട്ടിയ പോലെയുള്ള ആ ആധ്യാത്മിക ഡയറക്ഷൻ, സ്പിരിച്വൽ ഡയറക്ഷൻ എന്താണെന്ന് നമുക്ക് ഓരോരുത്തർക്കും നേടാൻ പറ്റും. ഓക്കെ, ഇനി അപ്പം ഗുഹ്യജ്ഞാനം, ഗുഹ്യതരമായിട്ടുള്ള ജ്ഞാനം. അടുത്ത എന്താണ്? ഗുഹ്യതമമായിട്ടുള്ള, മോസ്റ്റ് സീക്രട്ട്. അപ്പൊ അത് 64 മുതൽ 66 വരെയുള്ള ശ്ലോകങ്ങളിൽ ഭഗവാൻ പറയുകയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 63-ാമത്തെ ശ്ലോകത്തിൽ ഗീതോപദേശം കഴിഞ്ഞു. ഇനി അപ്പൊ ഇത് പറഞ്ഞ് ഇത് ലാസ്റ്റ് പറഞ്ഞു, ഇനി നിനക്ക് ഇതിനെപ്പറ്റി ചിന്തിക്കൂ, എന്നിട്ട് നിനക്ക് ഇഷ്ടമുള്ളത് എന്താ? യഥേച്ഛസി തഥാ കുരു എന്ന് പറഞ്ഞു. അപ്പൊ അർജുനന്റെ മനസ്സിൽ കൂടി ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഇങ്ങനെ ഒരു ഒരു പ്ലേ ബാക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ എന്ത് ചെയ്യണം എന്ന് ചിന്തിച്ചു കൊണ്ടിരുന്ന അർജുനനെ നോക്കി അത്യന്തം കരുണയോടെ ഭഗവാൻ വീണ്ടും പറയാണ്, ഇതുവരെ പറഞ്ഞതിന്റെ സാരാംശം ഇപ്പോൾ ഞാൻ പറയാം. നീ അതിനെപ്പറ്റി മുഴുവനും, ഞാൻ പറഞ്ഞ മുഴുവൻ നീ റിവ്യൂ ചെയ്തിട്ട് അതിനെക്കുറിച്ച് ബുദ്ധിമുട്ടണ്ട. എന്നിട്ട് ഭഗവാൻ എല്ലാത്തിൻ്റെയും സമ്മറി ആയിട്ട് പറയാൻ പോവാണ്. അതാണ് 64 മുതൽ 66 വരെയുള്ള ശ്ലോകങ്ങൾ. അതാണ് ഗീതയുടെ പരമ എസൻസ് എന്ന് പറയുന്നത്. ഈ ശ്ലോകങ്ങളാണ്. അപ്പോൾ എല്ലാവരുടെയും ജീവിതത്തിൽ പ്രയോഗിക്കേണ്ടതാണത്. സാധാരണ അച്ഛനമ്മമാരെ കുട്ടികൾ പരീക്ഷയുടെ ആ ഗേറ്റിൽ കൊണ്ടുപോയി വിടാൻ നേരത്തെ അതുവരെ പഠിപ്പിച്ച കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു കാര്യം ഓർത്തിരിക്കണം എന്ന് പറഞ്ഞിട്ട് അവരെ അയക്കും. കാര്യം ആ സമയത്ത് ആ 10 സെക്കൻഡേ കാണുള്ളൂ. വരാന്തയിൽ നിന്ന് കുട്ടി പരീക്ഷാ ഹാളിലേക്ക് കയറുന്ന 10 സെക്കൻഡിൽ എന്ത് പറയാൻ പറ്റുമോ ആ സമയം കൊണ്ട് അവര് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാറില്ല. അപ്പൊ അതേപോലെയാണ് ഇവിടെയും ഭഗവാൻ ജസ്റ്റ് ആ എസെൻസ്, ഒരു ഫോർമുല, ഭഗവത്ഗീത ഒരു ഫോർമുല ആക്കി കഴിഞ്ഞാൽ ആ ഫോർമുല എന്താണ് ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്. 64-ാമത്തെ ശ്ലോകം. സർവഗുഹ്യതമം ഭൂയ ശൃണുമേ പരമം വച ഇഷ്ടോസി മേ ദൃഢമിതി തതോ വക്ഷ്യാമി തേഹിതം. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തായതിനാലാണ്
പരമഗുഹ്യമായ ഈ ജ്ഞാനം, സർവോത്തമമായ ഈ ഉപദേശം നിനക്ക് നൽകുന്നത് ഇനിയും കേൾക്കൂ, നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണത്. അപ്പം എന്താണ് ഗുഹ്യമായിട്ടുള്ള ജ്ഞാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മം അഥവാ പരബ്രഹ്മം. അതിനെക്കുറിച്ചുള്ള ജ്ഞാനം എന്ന് പറയുന്നത് രഹസ്യമായിട്ടുള്ള ജ്ഞാനമാണ്. ഗുഹ്യതരമായിട്ടുള്ളത് എന്ന് വെച്ചാൽ കൂടുതൽ ഒന്നുകൂടി രഹസ്യമായിട്ടുള്ളത് പരമാത്മാവിനെ കുറിച്ചുള്ളതാണ്. ബ്രഹ്മനെ കുറിച്ച് 51, 52, 53 ശ്ലോകങ്ങളിൽ ഭഗവാൻ പറഞ്ഞു. പരമാത്മാവിനെ കുറിച്ച് 61, 62, 63 പറഞ്ഞു. ഇനി ഈ ശ്ലോകങ്ങളിലെ 3 ശ്ലോകങ്ങളില് ഗുഹ്യതമം, ഏറ്റവും രഹസ്യമായിട്ടുള്ള ജ്ഞാനം, അതെന്താണ്? ഭഗവാനുള്ള ശരണാഗതി. ഓക്കെ, ഭാഗവതത്തില് ഈ ബ്രഹ്മം, പരമാത്മാവ്, ഭഗവാൻ ഇതെന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് തന്നെയാണ്, പ്രിൻസിപ്പിൾ ഒന്ന് തന്നെയാണ്. പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കുന്ന തലം വ്യത്യാസമുണ്ട്. വദന്തി തത്വ തത്വം ബ്രഹ്മേതി പരമാത്മേതി വദന്തി തത്വ തത്വം യത് ജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദത്തെ. അതായത് ബ്രഹ്മം, പരമാത്മാവ്, ഭഗവാൻ എല്ലാം ഒരേ തത്വമാണ്. യജ്ഞാനം അദ്വയം, ഒന്ന് മറ്റൊന്നിൽ നിന്ന് ഭിന്നമല്ല, സെയിം ആണ്. പക്ഷേ നമ്മൾ അത് മനസ്സിലാക്കുന്ന തലം വ്യത്യസ്തമാണ്. ഒരാള് ഹൈസ്കൂൾ മാത്സ് പഠിച്ചിരിക്കും, ഒരാള് +2 മാത്സ് പഠിച്ചിരിക്കും, ഒരാള് ഡിഗ്രിക്ക് മാത്സ് പഠിച്ചിരിക്കും. പഠിക്കുന്ന എല്ലാം സെയിം ആണ്. പക്ഷേ അതിൻ്റെ തലം എന്ന് പറയുന്നത്, അതിൻ്റെ ലെവൽ എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. ഒരു 10ാം ക്ലാസ്സുകാരൻ്റെ മാത്സ് നോളജ് അല്ല, അറിവല്ല ഒരു ഡിഗ്രിക്കാരൻ്റെ നോളജ്. അപ്പം അതേപോലെ ഇവിടെയും ബ്രഹ്മം, പരമാത്മാവ്, ഭഗവാൻ എന്ന് പറയുന്നത് അതിൻ്റെ കൂടുതൽ ഉയർന്ന ലെവലിലേക്ക് നമ്മൾ എത്തുന്നു. അപ്പോൾ പരമം വച എന്ന് വെച്ചാൽ പരമമായ വാക്കുകളെ, സർവഗുഹ്യതമം ഏറ്റവും രഹസ്യമായ, ശൃണു നീ കേൾക്കൂ. എന്തുകൊണ്ട് കേൾക്കണം? എന്തുകൊണ്ടാണ്? ഇഷ്ടോസി നീ എനിക്ക് പ്രിയപ്പെട്ടവനാകുന്നു. മാത്രമല്ല ഭഗവാൻ ആരാണെന്ന് അർജുനന് അറിയാം. 10ാം അധ്യായത്തില് ചതുശ്ലോകി ശ്ലോകങ്ങൾ കഴിഞ്ഞ ശേഷം പറയുന്നുണ്ട്. അർജുനൻ ഭഗവാനെ കുറിച്ച് എന്ത് മനസ്സിലാക്കി, പരമോ ദിവ്യോത്തമോ പുരുഷനാണ് ഭഗവാൻ എന്നുള്ളത് അർജുനൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അവൻ ഭഗവാന്റെ പൂർണ്ണ അധികാരം, സർവലോക മഹേശ്വരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭഗവാൻ കൃഷ്ണനാണെന്ന് അർജുനൻ അറിയാം. പിന്നെ ഭഗവാൻ പറയുന്നു ഭൂയഹ, വീണ്ടും പറയാമെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? വീണ്ടും പറയാൻ കാര്യം, അത് നേരത്തെ ഭഗവാൻ പറഞ്ഞ കാര്യമാണ്. 9ാം അധ്യായത്തിൽ 34ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞത് തന്നെയാണ് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയാൻ പോകുന്നത്. അതുകൊണ്ട് ഭൂയ എന്ന് പറഞ്ഞിരിക്കുന്നു. എന്നിട്ട് പറയുന്ന കാര്യം എന്താണ്? 65ാമത്തെ ശ്ലോകം, മന്മനാഭവ മദ്ഭക്തോ മദ്യാജീമാം നമസ്കുരു മാമേ വൈശ്യസി സത്യം തേ പ്രതിജ്ഞാനേ പ്രിയോസി മേ. എപ്പോഴും എന്നെ ഓർക്കുക, എന്റെ ഭക്തനാവുക, എന്നെ ആരാധിക്കുകയും പ്രണമിക്കുകയും ചെയ്യുക. ഇങ്ങനെ ചെയ്തു പോന്നാൽ നിശ്ചയമായും നിനക്ക് എന്നെ പ്രാപിക്കാം. ഞാൻ തീർത്തു പറയുന്നു, എന്തെന്നാൽ എനിക്ക് പ്രിയപ്പെട്ടവനാണ് നീ. ഓക്കെ, അപ്പം ഭഗവാനിൽ തിരിച്ചെത്താനായിട്ട് നമ്മൾ 4 കാര്യങ്ങൾ ചെയ്യണമെന്ന് ഭഗവാൻ പറയുന്നു. എപ്പോഴും ഭഗവാനെ ഓർക്കണം, ഭഗവാന്റെ ഭക്തനാകണം, ഭഗവാന് വേണ്ടി യജ്ഞം അനുഷ്ഠിക്കണം, ഭഗവാനെ നമസ്കരിക്കണം. ഓക്കെ, മന്മനാഭവ, മനസ്സ് കൃഷ്ണനിൽ കേന്ദ്രീകരിക്കുക. അതായത് ഇത് ഏറ്റവും വളരെ എന്ത് ജ്ഞാനമാണ്? രഹസ്യതമമായിട്ടുള്ള, ഏറ്റവും രഹസ്യമായിട്ടുള്ള ജ്ഞാനമാണ്. കൃഷ്ണന്റെ 2 കൈകളിലായി ഓടക്കുഴലും പിടിച്ചു നിൽക്കുന്ന കൃഷ്ണൻ, മയിൽപ്പീലി ചൂടിയ കൃഷ്ണൻ, ആ നീലക്കാർ വർണ്ണൻ, ആ ഭഗവാന്റെ രൂപം നമ്മൾ സദാ സ്മരിക്കണം. മന്മനാഭവ മദ്ഭക്തോ, ഭഗവാൻ കൃഷ്ണന്റെ ഭക്തനാകണം. ജ്ഞാനയോഗാദി പ്രക്രിയകളല്ല നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. എല്ലാ ഇന്ദ്രിയങ്ങളും, ശ്രവണം, കീർത്തനം,
മൂർത്തി രൂപം കാണല്, അമ്പലം വൃത്തിയാക്കല്, ഭഗവാന് വേണ്ടി പൂക്കൾ പറിച്ച് മാല ഉണ്ടാക്കി മാല അണിയിച്ച് അലങ്കരിക്കുക. ഇങ്ങനെ ഏത് വിധത്തിലാണെന്നുണ്ടെങ്കിലും ഭഗവാനെ സേവ് ചെയ്യാനായിട്ട് നമ്മള് ഭക്തി ഇത് സേവനം ചെയ്യാനായിട്ട് നമുക്ക് താല്പര്യം വേണം. മദ്യാജി, യാജി എന്ന് വെച്ചാൽ യജിക്കുക, യജ്ഞം ചെയ്യുക. ഓക്കെ, അപ്പം ഇവിടെ ഭഗവാനെ പൂജിക്കുന്ന കാര്യം പറഞ്ഞു. പല വിധത്തിൽ ഭഗവാനെ പൂജിക്കാം. എന്നിരുന്നാലും ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള യജ്ഞം എന്ന് പറയുന്നത് നാമജപമാകുന്നു. യജ്ഞാനാം ജപ യജ്ഞോസ്മി എന്ന് 10ാം അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ കലിയുഗത്തിൽ പ്രത്യേകിച്ചും നാമജപം അതാണ് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ഭഗവാനെ യജിക്കാനായിട്ട് ഭഗവാന്റെ തിരുനാമങ്ങൾ ഉച്ചരിക്കുക. ആ തിരുനാമങ്ങളിലും ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് കലിയുഗത്തിൽ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുള്ളത് കലിസന്ധരൻ ഉപനിഷത്തിൽ പറഞ്ഞത്, അത് എമ്പാടും പ്രചരിപ്പിച്ചത് ചൈതന്യ മഹാപ്രഭു. ഏകദേശം 500-550 കൊല്ലങ്ങൾക്ക് മുമ്പ് ചൈതന്യ മഹാപ്രഭു വന്നിട്ട് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന മഹാമന്ത്രമാണ് എല്ലാ കലിയുഗത്തിലെ എല്ലാ ദോഷങ്ങൾക്കും പ്രതിവിധിയായിട്ടുള്ള ഒറ്റമൂലി എന്ന് ചൈതന്യ മഹാപ്രഭു നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു. അതാണ് മദ്യാജി, എനിക്ക് വേണ്ടി യജ്ഞം ചെയ്യുക. 4ാമത്തത് മാം നമസ്കുരു, ഭൂമിയിൽ ഭഗവാനെ സാഷ്ടാംഗം നമസ്കാരം ചെയ്ത് ഭഗവാനോട് ബഹുമാനം പ്രദർശിപ്പിക്കുക. ഈ 4 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, മന്മനാഭവ മദ്ഭക്തോ മദ്യാജി മാം നമസ്കുരു, ഈ 4 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എന്ത് പറ്റും? മാമേ വൈഷസി, നീ എൻ്റെ അടുത്ത് തന്നെ എത്തിച്ചേരും. മാം ഏവ വൈഷസി, നീ എൻ്റെ അടുത്തെത്തും, എന്നെ പ്രാപിക്കും. ഇനി ഭഗവാൻ പറയണം സത്യം തേ, ഞാൻ നിന്റെ അടുത്ത് സത്യം ചെയ്ത് പറയുന്നു. നമ്മളും പറയാറുണ്ട് അമ്മയാണ് സത്യം, ദൈവമാണ് സത്യം എന്ന് പറയാറില്ലേ? അതേപോലെ ഭഗവാൻ പറയാണ് ഞാൻ സത്യം ചെയ്ത് പറയുന്നു. ഇനി അപ്പം 6ാം അധ്യായത്തില് 7ാം അധ്യായത്തില് ഭഗവാൻ പറയുന്നുണ്ട് ആർക്കാണ് ഭഗവാനെ ആരാധിക്കാനായിട്ട് ശുദ്ധ ഭക്തിയുത സേവനം നടത്താനായിട്ട് സാധിക്കുന്നതെന്ന് ഭഗവാൻ 7ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. യേശാം ദ്വന്ദ്ഗതം ഭാവം ജനാനാം പുണ്യകർമ്മണാം തേ ദ്വന്ദ്മോഹ നിർമുക്ത ഭജന്തേ മാം ദൃഢവ്രതാഹ. ആർക്കാണ് ഭഗവാന്റെ അടുത്ത് ദൃഢവ്രതമായിട്ട് ഭക്തിയുത സേവനം ചെയ്യാനായിട്ട് സാധിക്കുന്നത്? എല്ലാ പാപങ്ങളും നശിക്കപ്പെട്ട ആൾക്കാർക്ക്. അപ്പം ഈ ജന്മത്തിലും മുൻ ജന്മത്തിലും ചെയ്ത പാപകർമ്മങ്ങൾ നിർമാർജനം ചെയ്ത് ദ്വന്ദ്വ്യാമോഹങ്ങളിൽ നിന്നും മോചിതരായിട്ടുള്ളവർ മാത്രമേ ദൃഢ നിശ്ചയത്തോടെ ഭഗവാന്റെ സേവനത്തിൽ മുഴുകാൻ സാധിക്കുകയുള്ളൂ. അപ്പം നമ്മള് വിധിച്ചിട്ടുള്ള കർമ്മങ്ങളോ പ്രായശ്ചിത്തങ്ങളോ ചെയ്തിട്ടില്ല, ഇപ്പോഴും പാപം ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഇത് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ ഇവിടെ ഉത്തരം പറയുകയാണ്. പാപങ്ങളിൽ നിന്നും മുക്തരായിട്ടില്ലെങ്കിൽ പോലും ഭഗവാനെ ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ പാപങ്ങളിൽ നിന്ന് സ്വയം ഭഗവാൻ അവരെ മുക്തരാക്കുന്നു, മോചിപ്പിക്കുന്നു. ഇത് ഭഗവാന്റെ പ്രോമിസാണ്. അതാണ് 66ാമത്തെ ശ്ലോകം. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ. സർവധർമ്മങ്ങളെയും ത്യജിച്ച് എന്നിൽ ശരണം തേടുക, ഞാൻ നിന്നെ സകല പാപപ്രതികരണങ്ങളിൽ നിന്നും മോചിപ്പിക്കാം, ഭയപ്പെടേണ്ട. അവിടെ എന്നിൽ ശരണം തേടുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഓരോ വാക്കിന്റെയും അർത്ഥം നോക്കിക്കഴിഞ്ഞാൽ അവിടെ മാമേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ മാത്രം, ഭഗവാനെ മാത്രം ആശ്രയിക്കുക, അതാണ് പറയുന്നത്. അവിടെ ഈ ഒരു ശ്ലോകമാണ് ഭഗവത്ഗീതയുടെ അന്തിമ ഉപസംഹാരം, ഭഗവത്ഗീതയുടെ സാരം എന്ന് പറയുന്ന ശ്ലോകം. ബാക്കി ഈ ശ്രീ സമ്പ്രദായത്തിലൊക്കെ അവർ പറയും ഭഗവത്ഗീതയുടെ ചരമശ്ലോകം എന്താണെന്ന് ചോദിച്ചാൽ, അതായത് അൾട്ടിമേറ്റ് ഓർ ദ ഫൈനൽ വേഴ്സ് ഓഫ് ഭഗവത്ഗീത എന്ന് പറയുന്നത് 1866. ഭഗവാൻ ഈ ഭഗവത്ഗീതയിൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അതിനെക്കുറിച്ചുള്ള അറിവ് നമുക്ക് തന്നു.
പരമാത്മാവിനെ കുറിച്ച്, വർണ്ണാശ്രമ ധർമ്മത്തെക്കുറിച്ച്, ബ്രഹ്മണിനെക്കുറിച്ച്, സന്യാസത്തെക്കുറിച്ച്, ത്യാഗത്തെക്കുറിച്ച്, മനസ്സിന്റെ ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണത്തെക്കുറിച്ച്, ധ്യാനം, ഇങ്ങനെ പല പല കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു. എങ്ങനെ ഈ പല വിധത്തിലുള്ള ധർമ്മങ്ങൾ അതെല്ലാം തന്നെ അനുഷ്ഠിക്കാമെന്നെല്ലാം പറഞ്ഞു. പക്ഷേ ഇവിടെ പറയുന്നു ആ പദ്ധതികളെല്ലാം ഉപേക്ഷിച്ചിട്ട് എന്നെ മാത്രം, അതായത് ഭഗവാൻ കൃഷ്ണനെ മാത്രം ശരണം പ്രാപിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഭഗവാൻ എന്ത് ചെയ്യും? നിന്നെ എല്ലാ പാപ പ്രതികരണങ്ങളിൽ നിന്നും ഞാൻ രക്ഷിക്കാം, നീ പേടിക്കേണ്ട കാര്യമില്ല. അത്ര ഒരു ഉറപ്പ് ഭഗവാൻ നൽകുകയാണ്. അപ്പൊ ഇത് അർജുനൻ വഴി ലോകത്തിനെമ്പാടും ഭഗവാൻ നൽകുന്ന ഉപദേശമാണിത്. തൻ്റെയും ബാക്കിയുള്ളവരുടെയും ക്ഷേമത്തിനായിട്ടുള്ള ഉത്കണ്ഠ എല്ലാം തന്നെ ഉപേക്ഷിച്ചിട്ട് ചിന്തകളും പ്രവൃത്തികളും എല്ലാം ഭഗവാന് വേണ്ടി സ്നേഹത്തോടും വിശ്വാസത്തോടും സമർപ്പിച്ച് ഭഗവാന്റെ ശരണാഗതി പ്രാപിക്കുക. അങ്ങനെ തന്നെ ശരണം പ്രാപിച്ച ഒരാളെ എല്ലാ പാപത്തിൽ നിന്നും, എന്തിന്? സംസാര സാഗരത്തിൽ നിന്നും തന്നെ രക്ഷിക്കാമെന്ന് ഭഗവാൻ ഇവിടെ വാഗ്ദാനം ചെയ്യുകയാണ്. അനന്യാശ്ചിന്തയന്തോ മാം യേ ജനാ പരിപാസേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. അതായത് ഭഗവാൻ ഉള്ളത് സംരക്ഷിക്കുകയും ഇല്ലാത്തത് നൽകുകയും ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയുള്ള ആൾക്കാർക്ക്? അനന്യാശ്ചിന്തയന്തോ മാം യേ ജനാ പരിപാസേ, മറ്റുള്ള ചിന്തകളൊന്നും എല്ലാം തന്നെ ഉപേക്ഷിച്ചിട്ട് എന്നെ മാത്രം ഉപാസിക്കുന്ന ആൾക്കാർക്ക് ഞാൻ അവരുടെ ഉള്ളത് ഞാൻ സംരക്ഷിക്കുകയും അവർക്കില്ലാത്തത് നൽകുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോ ഈ 2 ശ്ലോകങ്ങൾ, 65-66 ശ്ലോകങ്ങൾ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനെ ദ്വിശ്ലോകി ഭഗവത്ഗീത എന്ന് പറയുന്നു. ഭഗവത്ഗീത യുടെ എല്ലാ ജ്ഞാനവും 2 ശ്ലോകങ്ങളായിട്ട് പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18ാം അധ്യായത്തിലെ 65-66 ശ്ലോകങ്ങളാണ്. ചതുശ്ലോകി ഭഗവത്ഗീത നിങ്ങൾ കേട്ടിട്ടില്ലേ? ഏതാണ്? ആരെങ്കിലും പറയാമോ? അഹം സർവസ്യ പ്രഭവമതാ സർവം പ്രവർത്തതേ ഇതി മത്വാ ഭജന്തേ മാം ബുധാഭാവ അവിടെ നിന്ന് തുടങ്ങുന്ന 4 ശ്ലോകങ്ങൾ. ഓക്കെ, അത് ഏത് അധ്യായത്തിലെ ഏത് ശ്ലോകമാണെന്ന് അറിയാമോ? 10-ലെ 10-ലെ 8, 9, 10, 11. ഓക്കെ, ശരി. അതാണ് ചതുശ്ലോകി ഭഗവത്ഗീത. നിങ്ങൾ നേരത്തെ കണ്ടു കഴിഞ്ഞു. ത്രിശ്ലോകി ഭഗവത്ഗീതയെ പറ്റി കേട്ടിട്ടുണ്ടോ? ത്രിശ്ലോകി ഭഗവത്ഗീത അത് 15ാം അധ്യായത്തിലെ 16, 17, 18 ശ്ലോകങ്ങളാണ്. ദ്വാവിമൗ പുരുഷൗ ലോകേ ക്ഷരശ്ചാക്ഷരേവത എന്ന് തുടങ്ങുന്ന ശ്ലോകത്തിൽ നിന്നുള്ള 3 ശ്ലോകങ്ങളാണ് ത്രിശ്ലോകി ഭഗവത്ഗീത. ഈ 18ാം അധ്യായത്തിലെ 65, 66 എന്ന് പറയുന്ന ദ്വിശ്ലോകി ഭഗവത്ഗീത. ഇനി ഏകശ്ലോകി ഭഗവത്ഗീതയുണ്ട്, അത് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഇനി ഇതോടുകൂടി അപ്പം ഗീത ഉപദേശം കഴിഞ്ഞു. ഇനി ഭഗവാൻ പറയാൻ പോകുന്നത് ഗീതയുടെ മാഹാത്മ്യത്തെ പറ്റിയാണ്, അതിൻ്റെ ഫലശ്രുതിയെ പറ്റിയാണ്. അത് കേട്ടാൽ പഠിച്ചാലുള്ള പ്രയോജനം എന്താണ്, ഈ ജ്ഞാനം, ഭഗവത്ഗീതയുടെ ജ്ഞാനം എങ്ങനെയാണ് ബാക്കിയുള്ളവർക്ക് നൽകേണ്ടത്, ഇതെല്ലാമാണ് 67 മുതൽ 78 വരെയുള്ള ശ്ലോകങ്ങളിൽ ഭഗവാൻ പറയുന്നത്. 67ാമത്തെ ശ്ലോകം. ഇതം തേനാതപസ്കായ നാഭക്തായ കദാചന ന ചാശുശ്രൂഷവേ വാച്യം ന ച മാം യോഭ്യസൂയതി. തപസ്സോ ഭക്തിയോ ഇല്ലാത്തവർക്കും ഭക്തി സേവന കർമ്മത്തിൽ ഏർപ്പെടാത്തവർക്കും എന്നോട് അസൂയുള്ളവർക്കും രഹസ്യമായ ഈ ജ്ഞാനം ഉപദേശിക്കരുത്. അവനോടെ പറയാണ് ആർക്കൊക്കെ കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതപസ്കായ എന്ന് വെച്ച് കഴിഞ്ഞാൽ തപശ്ചര്യൊന്നും ചെയ്യാത്ത ഒരാള്, ഇന്ദ്രിയ നിയന്ത്രണം ഇല്ലാത്ത ഒരാൾക്ക്. അഭക്തായ, കൃഷ്ണനോട് ശരിയായ ഭക്തി ഇല്ലാത്തവർക്ക്. അശുശ്രൂഷവേ, കൃഷ്ണനെ പറ്റി കേൾക്കാൻ ആഗ്രഹമില്ലാത്തവർ, കൃഷ്ണനെ അനുസരിക്കാത്തവർ, കൃഷ്ണന്റെ സേവയിൽ ഏർപ്പെടാത്തവർ, ഇങ്ങനെയുള്ള ആൾക്കാരാണ് അശുശ്രൂഷ എന്ന് പറയുന്നത്. അഭ്യസൂയതി, ഭഗവാനോട് അസൂയുള്ളവർ. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരെ
ഭഗവത്ഗീത പറഞ്ഞു കൊടുക്കരുത്. ഇനി 2 ശ്ലോകങ്ങളില് ഭഗവാൻ ഭഗവത്ഗീത പഠിച്ചാലും പഠിപ്പിച്ചാലുമുള്ള നേട്ടത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത്. യേദം പരമം ഗുഹ്യം മദ്ഭക്തേഷ്വഭിധാസ്യതി ഭക്തിം മയീ പരാം കൃത്വാ മാമേ വൈഷ്യത്യ സംശയഃ. പരമരഹസ്യമായ ഈ ജ്ഞാനത്തെ എൻ്റെ ഭക്തന്മാർക്ക് ഉപദേശിക്കുന്നവന് ശുദ്ധ ഭക്തിയുത സേവനം സുനിശ്ചിതമാണ്. അവസാനം അയാൾ എന്നിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യും. 69ാമത്തെ ശ്ലോകം. തസ്മാൻ മനുഷ്യേഷു കശ്ചിന്മേ പ്രിയകൃത്തമഃ ഭവിതാന ച മേ തസ്മാത് അന്യപ്രിയതരോ ഭുവി. അങ്ങനെയുള്ള ഒരു ഭൃത്യനേക്കാൾ എനിക്ക് പ്രിയങ്കരനായിട്ട് ഈ ലോകത്തിൽ മറ്റാരുമില്ല, ഇനി ഒരിക്കലും ഉണ്ടാവുകയുമില്ല. ഓക്കെ, അപ്പം ഭഗവത്ഗീത പഠിച്ചാലും പഠിപ്പിച്ചാലുമുള്ള നേട്ടം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, അത് ഭക്തിയുത സേവനം നമുക്ക് ലഭിക്കുന്നു. ഭഗവത്ഗീത പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും എന്താണ്? ശുദ്ധ ഭക്തിയുത സേവനമാണ്. അത് ചെയ്യുന്നതും പിന്നീട് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് കിട്ടാൻ പോകുന്നതും ശുദ്ധ ഭക്തിയുത സേവനമാണ്. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് ഭഗവാന്റെ അടുത്ത് തിരിച്ചെത്തുന്നു, ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടവനാകുന്നു. ഓക്കെ, അപ്പം നമ്മൾ ചെയ്യേണ്ടത്, അത് ഇവിടെ പറയുന്നു, അങ്ങനെ ഈ ഭഗവത്ഗീത മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത്രത്തോളം പ്രിയപ്പെട്ടവനായിട്ട് വേറെ ആളില്ല. എന്തുകൊണ്ടാണ്? ഭഗവാനെ കുറിച്ച് മനസ്സിലാകുക എന്ന് പറയുന്നത് ഭഗവാൻ പറഞ്ഞു തന്നു കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഭഗവാൻ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന എന്തിലാണ്? ഭഗവത്ഗീതയിൽ കൂടിയാണ്. ആ ഭഗവത്ഗീത വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുക എന്ന് വെച്ചാൽ ഭഗവാൻ പറയുന്ന അതേ കാര്യങ്ങൾ അയാൾക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാനെ ഏറ്റവും പ്രിയപ്പെട്ട ആളാണ്. കാര്യം ഭഗവാനെ കുറിച്ച് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുക. അയാള് എന്തുകൊണ്ട് ഇവിടെ ഈ ഭൗതിക ലോകത്തിൽ കഷ്ടപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, അയാള് ഭഗവാനെ മറന്നു കഴിഞ്ഞു. അപ്പം ഭഗവാനെ കുറിച്ച് ഓർക്കാനായിട്ട് ഭഗവാന്റെ ആ യഥാർത്ഥ പൊസിഷൻ എന്താണ്, ജീവാത്മാവിന്റെ പൊസിഷൻ എന്താണ്, ഇത് മനസ്സിലാക്കി അയാളെ തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ച് ഡയറക്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഭഗവാൻ അത്രത്തോളം സന്തോഷം വേറെ ഒന്നിൽ നിന്നും കിട്ടില്ല. അതുകൊണ്ട് ഈ ഭഗവത്ഗീത മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. അപ്പം നമ്മളുടെ ഓരോ മനുഷ്യാത്മാവിൻ്റെയും കർത്തവ്യം എന്തെന്ന് കഴിഞ്ഞാൽ ഭഗവത്ഗീത ഒരു സദ്ഗുരുവിൽ നിന്ന് മനസ്സിലാക്കണം, അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, 3 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുന്നു. 2, തിരിച്ച് ഭഗവാന്റെ അടുത്ത് എത്തുന്നു, ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ടവരായിത്തീരുന്നു. 3 കാര്യങ്ങളാണ്. ഓക്കെ, ഇനി 70ാമത്തെ ശ്ലോകം. അധ്യക്ഷ്യതേച ഇമം ധർമ്മ്യം സംവാദമാവയോഹോ ജ്ഞാനയജ്ഞേന തേനാഹം ഇഷ്ടസ്യാമിതി മേ മതിഃ. നമ്മൾ തമ്മിൽ നടത്തുന്ന പാവനമായ ഈ സംഭാഷണം പഠിച്ചറിയുന്നവർ ബുദ്ധി കൊണ്ട് എന്നെ ആരാധിക്കുകയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. അപ്പം ഭഗവത്ഗീത പഠനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് അറിവ് സമ്പാദിക്കലാണ്, ഇല്ലേ? പല വിധത്തിലുള്ള പല ലെവലിലുള്ള അറിവ് സമ്പാദിക്കുകയാണ്. അത് ജ്ഞാനയജ്ഞമാണ്. അതുകൊണ്ട് നമ്മള് ഇവിടെ ഭഗവാൻ പറയുന്നു, നമ്മൾ നമ്മുടെ ബുദ്ധി കൊണ്ട് ഭഗവാനെ ആരാധിക്കുകയാണ്. നേരത്തെ പറഞ്ഞു മന്മനാഭവ മത്ഭക്തോ മന്ദിയാജി, അവിടെ ഭഗവാനെ ആരാധിക്കാൻ പറയുന്നുണ്ട്. ഇവിടെ ഭഗവത്ഗീത പഠനത്തിലൂടെയും നമുക്ക് ഭഗവാനെ ആരാധിക്കാൻ എങ്ങനെയാണ്? നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചിട്ട് നമ്മള് ബുദ്ധിയുടെ ശരിയായിട്ടുള്ള പ്രയോഗം എന്താണ്? ഭഗവാനെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം അത് നമ്മൾ ചെയ്യുന്നു. അതാണ് ഗീതാ പഠനത്തിനെ കുറിച്ച് ഭഗവാൻ പറയുന്നത്. ഇവിടെ നേരത്തെ 4ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്, ജ്ഞാനയജ്ഞം എന്ന് പറയുന്നത് ദ്രവ്യയജ്ഞത്തെക്കാളും ശ്രേഷ്ഠമാണ്. നമുക്ക് ദ്രവ്യം കൊണ്ട് പല വിധത്തിലുള്ള യജ്ഞങ്ങൾ ചെയ്യാം. അശ്വമേധമോ രാജസൂയമോ അങ്ങനെയുള്ള യജ്ഞങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം ദ്രവ്യം, ധനം എല്ലാം തന്നെ ചെലവാക്കിയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഭഗവത്ഗീത പഠനം എന്ന് പറയുന്നത് മറ്റൊരു തലത്തിലുള്ള യജ്ഞമാണ്. അത് ഈ ഇങ്ങനെയുള്ള യജ്ഞങ്ങളെക്കാളൊക്കെ ഏറ്റവും തന്നെ ശ്രേഷ്ഠമാണ്. 71ാമത്തെ ശ്ലോകം. ശ്രദ്ധാവാനനസൂയശ്ച ശൃണുയാദവിയോ നരഃ സോപി മുക്തശുഭാം ലോകാൻ പ്രാപ്നുയാത് പുണ്യകർമ്മണാം. അസൂയ തീണ്ടാതെയും വിശ്വാസത്തോടെ കൂടിയും ഇത് ശ്രദ്ധിക്കുന്നവൻ
പാപപ്രതികരണങ്ങളിൽ നിന്ന് മുക്തനായി പുണ്യാത്മാക്കൾ വാഴുന്ന ശുഭങ്ങളായ ലോകങ്ങളിൽ എത്തും. ഓക്കെ, അപ്പം ഭഗവത്ഗീത കേട്ടാൽ എന്ത് സംഭവിക്കും? നിങ്ങളിപ്പം കേട്ട് കഴിഞ്ഞു. ഇനി ആകെ 8 ശ്ലോകങ്ങളെ ബാക്കിയുള്ളൂ. അതാ 7 ശ്ലോകങ്ങളെ ബാക്കിയുള്ളൂ. ശ്രദ്ധാവാൻ വിശ്വാസമുള്ളവനാണെങ്കിൽ, അനസൂയ അസൂയ തീണ്ടാത്തവനാണെങ്കിൽ, ശൃണുയാദപി വെറും കേട്ട് കഴിഞ്ഞാൽ മാത്രം, അത് മനസ്സിലാകണമെന്ന് പോലുമില്ല, ഭഗവാൻ പറയുന്നില്ല. ശൃണുയാദപി കേട്ട് കഴിഞ്ഞാൽ, എങ്ങനെ വിശ്വാസത്തോടെ ഭഗവാനിൽ അസൂയയില്ലാതെ നമ്മള് ഭഗവത്ഗീത കേട്ട് കഴിഞ്ഞാൽ മാത്രം മതി. എന്താണ്? പാപഫലങ്ങളിൽ നിന്ന് മുക്തനാകും. അയാളുടെ പാപങ്ങളെല്ലാം പൂർണ്ണമായിട്ട് നശിക്കും. പുണ്യ കർമ്മങ്ങൾ ചെയ്യുന്നവരുടെ ശുഭ ലോകങ്ങളിൽ എത്തിച്ചേരും. ഓക്കെ, അങ്ങനെ ഭഗവത്ഗീത പഠിച്ചാലും വെറുതെ കേട്ടുവന്നിരിക്കലും ഒരാൾക്ക് എല്ലാം തന്നെ വളരെ ട്രാൻസെൻഡന്റൽ റിസൾട്ട്സ്, അതായത് അതീന്ദ്രിയമായിട്ടുള്ള ഫലസിദ്ധികൾ കിട്ടുന്നു. അതാണ് അങ്ങനെ ഭഗവാൻ ഭഗവത്ഗീത ഉപദേശം ചെയ്ത് നിർത്തി. ഓക്കെ, അപ്പം ഫൈനലി ഒരു ശ്ലോകം ഭാഗം പറയാണ്. കശ്ചിദേതത് ശ്രുതം പാർത്ഥ ത്വയേകാഗ്രേണ ചേതസാ കശ്ചിത് അജ്ഞാന സമ്മോഹ പ്രണഷ്ടസ്തേ ധനഞ്ജയ. കുന്തിപുത്രനായ ധനഞ്ജയ, നീ ഇതെല്ലാം ശ്രദ്ധയോടുകൂടി കേട്ടില്ലേ? അജ്ഞാനത്തിൽ നിന്ന് ഉളവായ നിന്റെ വ്യാമോഹം ഇപ്പോൾ നീങ്ങിയില്ലേ? ചോദിക്കാണ്, അല്ലയോ അർജുന, നീ വളരെ ശ്രദ്ധയോടുകൂടി ഏകാഗ്ര മനസ്സോടെ ഞാൻ പറഞ്ഞതെല്ലാം കേട്ടില്ലേ? നിന്റെ അറിവില്ലായ്മയും മോഹവും എല്ലാം മാറിയില്ലേ? അങ്ങനെ ചോദിക്കാൻ കാര്യം എന്താണ്? അതിന്റെ അർത്ഥം എന്താണ്? അഥവാ വേണമെങ്കിൽ വീണ്ടും ഞാൻ പറഞ്ഞു തരാൻ തയ്യാറാണ്. എന്തുകൊണ്ടാണത്? കാരണം ഭഗവത്ഗീത തുടങ്ങാനുള്ള കാരണം എന്താണ്? ഏത് ശ്ലോകമാണ്? ഓർമ്മയുണ്ടോ? ഭഗവത്ഗീത ഭഗവാൻ പറയാൻ കാരണമായിട്ടുള്ള ശ്ലോകം ആരെങ്കിലും? 2-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ ശ്ലോകം. കാർപ്പണ്യദോഷോപഹത സ്വഭാവഃ പൃച്ഛാമി ത്വാം ധർമ്മ സമ്മൂഢചേതാഃ യച്ഛ്രേയസ്യ അനിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ചാധിമാം ത്വാം പ്രപന്നം. അവിടെ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ഞാൻ ഭ്രമിക്കപ്പെട്ടിരിക്കുകയാണ്, എന്ത് ചെയ്യണമെന്നറിയില്ല, എന്താണ് എൻ്റെ കർത്തവ്യമെന്ന് എനിക്കറിയില്ല, ഞാൻ അങ്ങേ ശരണം പ്രാപിക്കുന്നു. എന്നിട്ട് ഞാൻ അങ്ങയുടെ ശിഷ്യനാണ്. ശിഷ്യസ്തേഹം ശാധിമാം ത്വാം, എന്നെ എനിക്ക് പറഞ്ഞു തന്നാലും ശാസിച്ചാലും, ത്വാം പ്രപന്നം, അങ്ങയെ ശരണം പ്രാപിച്ചിരിക്കുന്നു. അപ്പം ഞാൻ അങ്ങയുടെ ശിഷ്യനാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഭഗവാൻ ഉടനെ ആ സുഹൃത്ത്, സഹോദരി, ഭർത്താവ്, ഈ റോളൊക്കെ ഭഗവാനായിട്ട് മാറ്റി വെച്ചിട്ട് ഉടനെ പറഞ്ഞു, ഓക്കെ, ഞാൻ ഗുരുവിന്റെ റോൾ എടുക്കാം. എന്താണത്? കൃഷ്ണം വന്ദേ ജഗദ്ഗുരു, അല്ലെ? ഭഗവാൻ ജഗത്തിന്റെ തന്നെ ഗുരുവാണ്. അപ്പൊ അവിടെ അർജുനന്റെ ഗുരുവായി മാറി. എന്നിട്ടാണ് ഭഗവത്ഗീത ഉപദേശിച്ചത്. ഇപ്പം മുഴുവനും പറഞ്ഞു കഴിഞ്ഞു. ഇത് കേട്ടു മനസ്സിലായോ? ഇല്ലെങ്കിൽ ഞാൻ വീണ്ടും നിനക്ക് പറഞ്ഞു തരാം. ഓക്കെ, അപ്പം ഭഗവത്ഗീത എന്ന് പറയുന്നത് ഒരു ഏതെങ്കിലും ഒരു സാധാരണ വ്യക്തിയുടെ, സാധാരണ അസാധാരണമായിട്ടുള്ള, അല്പം ശ്രേഷ്ഠനായിട്ടുള്ള വ്യക്തിയുടെ എഴുതിയ ഒരു സാധാരണ പുസ്തകമല്ല, ഒരു നോവൽ പോലുള്ള, കഥ പോലുള്ള അതല്ല. അത് സാക്ഷാൽ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞതാണ്. കൃഷ്ണനിൽ നിന്നോ അല്ലെങ്കിൽ ഭഗവാന്റെ പ്രതിപുരുഷനായിട്ടുള്ള ഒരു യഥാർത്ഥ ആധ്യാത്മിക ഗുരുവിൽ നിന്നോ ഈ ഉപദേശം നമുക്ക് ശ്രവിക്കാൻ ഭാഗ്യമുണ്ടായാൽ നമുക്ക് മുക്തി ഗ്യാരണ്ടീഡ് ആണ്. ഓക്കെ, അറിവില്ലായ്മയുടെ ആ ഇരുട്ടിൽ നിന്ന് നമ്മൾ മോചിക്കപ്പെടും എന്നുള്ള ഗ്യാരണ്ടീഡ് ആണ്. അപ്പം ഭഗവാൻ
അർജുനന്റെ അടുത്ത് ചോദിച്ചിരിക്കുകയാണ്, നിനക്ക് ഇനി ഞാൻ വീണ്ടും എന്തെങ്കിലും പറഞ്ഞു തരണോ? അപ്പൊ അർജുനന്റെ റിയലൈസേഷൻ ആണ് ഇനി അടുത്ത ശ്ലോകം. അർജുന ഉവാച നഷ്ടോ മോഹസ്മൃതിർലബ്ധ തത്പ്രസാദാന്മയാച്യുത സ്ഥിതോസ്മി ഗതസന്ദേഹ കരിഷ്യേ വചനം തവ. അർജുൻ പറഞ്ഞു, അല്ലയോ പ്രിയ കൃഷ്ണ, ഹേ അച്യുത, ഇപ്പോൾ എന്റെ വ്യാമോഹം തീർന്നു. അങ്ങയുടെ കരുണ കൊണ്ട് ബുദ്ധി തിരിച്ചു കിട്ടി. ഇപ്പോൾ ഞാൻ ദൃഢനും സംശയരഹിതനുമാണ്. അങ്ങയുടെ ആജ്ഞ അനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറായിരിക്കുന്നു. എന്താ പറയുന്നത്? അങ്ങയുടെ ആജ്ഞ അനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറായിരിക്കുന്നു. ഇതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണിത്. കരിഷ്യേ വചനം തവ, അങ്ങ് പറയുന്നത് കേൾക്കാൻ പ്രവർത്തിക്കാനായിട്ട് തയ്യാറാണ്. അപ്പോ അർജുൻ പറയുന്നത് എന്തൊക്കെയാണ്? നഷ്ടോ മോഹ, എന്റെ മോഹം നഷ്ടമായി. സ്മൃതിർലബ്ധ, എനിക്ക് ബുദ്ധി തിരിച്ചു കിട്ടി. സ്ഥിതോസ്മി ഗത സന്ദേഹ, എന്റെ സംശയങ്ങൾ എല്ലാം തന്നെ മാറിക്കിട്ടി. ഞാനിപ്പോൾ ദൃഢ മനസ്സോടുകൂടിയുള്ളവനാണ്, സംശയരഹിതനാണ്. നീ എന്ത് ചെയ്യാൻ പോകുന്നു? കരിഷ്യേ വചനം തവ, അങ്ങയുടെ ആജ്ഞ പരിപാലിക്കാം. അപ്പൊ ഇതെങ്ങനെ സംഭവിച്ചു? അർജുനൻ ആദ്യം പറഞ്ഞത് എന്താണ്? എനിക്ക് യുദ്ധം ചെയ്യാൻ വയ്യ, എന്റെ ശരീരം വിറയ്ക്കുന്നു, ഗാന്ധിവും കയ്യിൽ നിന്ന് ഊരി പോകുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ? എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറഞ്ഞ ആ അർജുനൻ ഇപ്പൊ പറയാണ്, സ്ഥിതോസ്മിഗത സന്ദേഹ കരിഷ്യേ വചനം തവ. ഇതെങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചാൽ, ത്വത്പ്രസാദാന്മയാച്യുത, അങ്ങയുടെ പ്രസാദത്താൽ, ഭഗവാന്റെ കരുണ കൊണ്ട് ഇത് സാധിച്ചു. നമ്മളും ഭഗവത്ഗീത മനസ്സിലാക്കുക. എനിക്ക് എപ്പോഴെങ്കിലും എനിക്ക് തോന്നിയാണ് ഭഗവത്ഗീത മനസ്സിലായി എന്ന് എനിക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് സ്വയം എനിക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എന്താണ് ആ ടെസ്റ്റ്? അർജുനൻ ഈ ഭഗവത്ഗീത കേട്ട ശേഷം എന്ത് കൺക്ലൂഡ് ചെയ്തോ അതേ കൺക്ലൂഷനിലാണ് എൻ്റെ കൺക്ലൂഷൻ എങ്കിൽ ഭഗവത്ഗീത എനിക്ക് മനസ്സിലായി. അതാണ് ശരിയായിട്ടുള്ള മനസ്സിലാക്കൽ. എന്താണ് അർജുനന്റെ കൺക്ലൂഷൻ? എന്താണ്? കരിഷ്യേ വചനം തവ, ഭഗവാന്റെ ആജ്ഞ അനുസരിച്ചിട്ട് പ്രവർത്തിക്കും എന്നുള്ളതാണ്. അപ്പൊ അതേപോലെ അർജുനന്റെ മോഹം നഷ്ടമായി, എന്താണ് ചെയ്യേണ്ടതെന്നുള്ള വ്യക്തമായി. അതിനുശേഷം ഭഗവാൻ പറയുന്നത് അനുസരിക്കാം. അതേപോലെ നമ്മളും ആ കൺക്ലൂഷനിലെത്തി നമ്മളും ഭഗവാന്റെ ഉപദേശങ്ങൾ സ്വീകരിച്ച് നമ്മുടെ ജീവിതം പരിവർത്തനം ചെയ്യാനായിട്ട് തയ്യാറായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കും ഭഗവത്ഗീത മനസ്സിലായി. ഇനി 74 മുതൽ 78 വരെയുള്ളത് സഞ്ജയൻ പറയാണ്. ഇനി സഞ്ജയന്റെ റിയലൈസേഷൻ എന്താണെന്ന്, അർജുനന്റെ റിയലൈസേഷൻ കഴിഞ്ഞു. ഇനി സഞ്ജയന്റെ റിയലൈസേഷൻ എന്താണ്? സഞ്ജയ ഉവാച ഇത്യഹം വാസുദേവസ്യ പാർത്ഥസ്യ ച മഹാത്മന. സമയമായി, ഞാൻ കുറച്ച് ഫ്യൂ മിനിറ്റ്സ് ഞാൻ എടുക്കും. ഇത്യഹം വാസുദേവസ്യ പാർത്ഥസ്യ ച മഹാത്മന സംവാദമിമശ്രൗഷം അത്ഭുതം രോമഹർഷണം. സഞ്ജയൻ പറഞ്ഞു, ഇപ്രകാരം മഹാത്മാക്കളായ കൃഷ്ണാർജുനന്മാർ തമ്മിൽ നടന്ന ഈ സംഭാഷണം ഞാൻ കേട്ടു. അത്ഭുതകരമായ ഈ സന്ദേശം എന്നെ കോൾമയർ കൊള്ളിക്കുന്നു. അപ്പം ഈ ഇതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് പരമരഹസ്യമായിട്ടുള്ള യോഗം, ഭക്തിയോഗം. എല്ലാ യോഗ പദ്ധതികളുടെയും നാഥനായിട്ടുള്ള കൃഷ്ണനിൽ നിന്ന് ആര് കേട്ടു? അർജുനൻ കൃഷ്ണനിൽ നിന്ന് കേട്ടു. പക്ഷേ അതേസമയം തന്നെ സഞ്ജയനും കേൾക്കാനായിട്ട് സാധിച്ചു. എങ്ങനെയെന്ന് വെച്ചാൽ വ്യാസ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കൃഷ്ണനെ മനസ്സിലാക്കാനായിട്ട് ഗുരു എന്ന ഒരു മാധ്യമം ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, വ്യാസപ്രസാദാശ്രിതവാൻ ഏതത് ഗുഹ്യമഹം പരം യോഗം യോഗേശ്വരാത് കൃഷ്ണാത് സാക്ഷാത് കഥേത സ്വയം. അപ്പം ശരിക്കും എന്താണ് സംഭവിച്ചത്? യുദ്ധഭൂമിയിൽ, കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ എന്ത് സംഭവിച്ചു എന്നുള്ള ഒരു ചോദ്യം
ധൃതരാഷ്ട്രർ സഞ്ജയന്റെ അടുത്ത് ചോദിച്ചപ്പോഴത്തേക്കും അതിനുള്ള ഉത്തരമാണ് സഞ്ജയൻ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. സമരരംഗത്തെ വിശേഷങ്ങൾ രാജാവിനെ ബോധിപ്പിച്ചു. ആശ്ചര്യകരമായിരുന്നു കൃഷ്ണനും അർജുനും നടന്ന ആ സംഭാഷണം. ഒരിക്കലും ഇത്രയും പ്രാധാന്യമുള്ള സംഭാഷണം നടന്നിട്ടില്ല. പരമപുരുഷനായിട്ടുള്ള ഭഗവാൻ തന്നെക്കുറിച്ചും സ്വന്തം ശക്തികളെക്കുറിച്ചും ഭക്തനായ അർജുനന് അഥവാ ഒരു ജീവാത്മാവിന് വിവരിച്ചു കൊടുത്തു. അത് വളരെ അത്ഭുതം നിറഞ്ഞതാണ്. അങ്ങനെ വ്യാസദേവന്റെ അനുഗ്രഹത്താൽ സഞ്ജയനും ഇതെല്ലാം തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. രാജൻ സംസ്മൃത്യ സംവാദം ഇമം അത്ഭുതം കേശവാർജുനയോ പുണ്യം ഹൃഷ്യാമീച മുഹുർമുഹു. കൃഷ്ണാർജുനന്മാരുടെ അത്ഭുതകരമായ ഈ പുണ്യസംവാദം വീണ്ടും വീണ്ടും ഓർത്തോർത്ത് ഞാൻ അനുനിമിഷം ആനന്ദ പുളകിതനാകുന്നു രാജാവേ. അപ്പം നമുക്കും കൃഷ്ണനിൽ നിന്നോ ഭഗവാന്റെ പ്രതിപുരുഷനായ ഒരു ആധ്യാത്മിക ഗുരുവിൽ നിന്നോ ഭഗവത്ഗീത ഉപദേശം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടുള്ള കൃഷ്ണാബോധം നമുക്കും ലഭിക്കും. ജ്ഞാനം അടിക്കടിക്ക് നിരന്തരമായിട്ട് വർദ്ധിക്കും. അതേപോലെ നമ്മുടെ ജീവിതത്തിൽ ആനന്ദം സദാ അനുഭവപ്പെടുകയും ചെയ്യും. കണ്ടില്ലേ, ഇവിടെ പറഞ്ഞിരിക്കുന്നു ഞാൻ അനുനിമിഷം ആനന്ദപുളകിതനാകുന്നു. നമുക്കും കൃഷ്ണാബോധത്തിൽ വരാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലും ആനന്ദാംബുധി വർധനം, ആനന്ദത്തിന്റെ സമുദ്രം എന്ന് പറയുന്നത് തന്നെ വിശാലമായിട്ടുള്ളതാണ്. പക്ഷേ ഇവിടെ പറയുന്നു ആനന്ദാംബുധി വർധനം, വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന സമുദ്രം തന്നെ അൺലിമിറ്റഡ് ആണ്. അഥവാ വളരെ ഹൈ ഇതാണ്, ക്വാണ്ടിറ്റിയാണ്. അതും കൂടിയിരിക്കുന്നു. അപ്പൊ ആനന്ദം അതേപോലെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് ഭക്തി എന്ന് പറയുന്നത്. ശ്ലോകം 77. തച്ഛ സംസ്മൃത്യ രൂപം അത്യത്ഭുതം ഹരേ വിസ്മയോ മേ മഹാൻ രാജൻ ഹൃഷ്യാമീച പുനഃ. അല്ലയോ രാജാവേ, കൃഷ്ണന്റെ അത്ഭുതാവഹമായ ആ രൂപം ഓർക്കും തോറും എനിക്ക് വിസ്മയം വർദ്ധിക്കുന്നു, വീണ്ടും വീണ്ടും സന്തോഷമുണ്ടാകുന്നു. അപ്പം ഭഗവാൻ 11ാം അധ്യായത്തില് അർജുന വിശ്വരൂപം കാണിച്ചു കൊടുത്തു. വ്യാസന്റെ അനുഗ്രഹത്താൽ സഞ്ജയനും അത് കണ്ടിരുന്നു. അതിനെപ്പറ്റി ചിന്തിക്കും തോറും സഞ്ജയൻ ആശ്ചര്യപ്പെടുകയാണ്, സന്തോഷം അനുഭവിക്കുകയാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 78ാമത്തെ ശ്ലോകം. എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധരഃ തത്ര ശ്രീർവിജയോ ഭൂതിർധ്രുവാനിധർമ്മ. എവിടെ യോഗീശ്വരനായ കൃഷ്ണനുണ്ടോ, എവിടെ വില്ലാളി വീരനായ അർജുനനുണ്ടോ, അവിടെയാണ് ഐശ്വര്യവും വിജയവും അസാധാരണ ശക്തിയും നീതിയും ഉള്ളത്. ഇതാണ് എൻ്റെ അഭിപ്രായം. ഇത് അവസാനത്തെ ശ്ലോകമാകുന്നു. അപ്പം ആദ്യത്തെ ശ്ലോകത്തിൽ ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുത്സവ മാമകാ പാണ്ഡവാശ്ചൈവ കിം അകുർവത സഞ്ജയ എന്ന ധൃതരാഷ്ട്ര ദുര്യോധനാദികൾക്ക് വിജയം പ്രതീക്ഷിച്ച് കൊണ്ട് സഞ്ജയന്റെ അടുത്ത് ചോദിച്ച ചോദ്യമാണത്. അവരെന്ത് ചെയ്തു? ഭീഷ്മര്, ദ്രോണര്, കർണൻ തുടങ്ങിയ മഹാരഥികളുടെ സഹായം ദുര്യോധനുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ യുദ്ധഭൂമിയിലെ സ്ഥിതിഗതികളെല്ലാം തന്നെ വർണ്ണിച്ച് സഞ്ജയൻ സ്വന്തം അഭിപ്രായം പറയാണ് രാജാവിൻ്റെ അടുത്ത്. എന്താണ്? വിജയം യുധിഷ്ഠിരനാണ്, പാണ്ഡവർക്കൊപ്പമാണ്. കാരണം അവിടെയാണ് കൃഷ്ണാർജുനന്മാരുടെ സാന്നിധ്യം. അപ്പം ഇത് ഈ ഒരു ശ്ലോകമാണ് ഏകശ്ലോകി ഭഗവത്ഗീത എന്ന് പറയുന്നത്. ഒറ്റ ശ്ലോകത്തിൽ ഭഗവത്ഗീത പറയണമെന്നുണ്ടെങ്കിൽ ഈ ശ്ലോകം എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധരഃ തത്ര ശ്രീ വിജയഭൂതിർ ധ്രുവാനിധർമ്മ. ഇത് ഒരു ഭക്തൻ പറയുന്നതാണ്. ബാക്കിയെല്ലാം ദ്വിശ്ലോകി, ത്രിശ്ലോകി, ചതുശ്ലോകി എല്ലാം തന്നെ ഭഗവാൻ പറയുന്നതാണ്. ഏകശ്ലോകി മാത്രം ഒരു ഭക്തന്റെ കാര്യം. ഭക്തൻ വലിയ ഫിലോസഫി ഒന്നും പറഞ്ഞില്ല. എവിടെ ഭഗവാനുണ്ടോ, എവിടെ പാർത്ഥനുണ്ടോ, അവിടെയാണ് വിജയം. അപ്പൊ പാർത്ഥൻ എന്ന് വെച്ചാൽ അർജുനൻ മാത്രമാണോ? നമ്മളുടെ അടുത്ത് വിജയം കാണില്ലേ? പാർത്ഥൻ എന്ന വാക്കിന്റെ വേറൊരു അർത്ഥം പൃഥയുടെ മകൻ പാർത്ഥനാണ്. അഥവാ പരമേശ്വര പ്രീതിക്കായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരാള്, അയാളും പാർത്ഥനാണ്.
അപ്പം ഭഗവാന്റെ പ്രീതിക്കായിട്ട് ആഗ്രഹിക്കുന്ന ഒരാള് പാർത്ഥൻ. നമുക്കെല്ലാം പാർത്ഥന്മാരാകാൻ സാധിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ പറയുന്ന രീതിയിൽ എവിടെ യോഗേശ്വരനായ കൃഷ്ണനുണ്ടോ അത് ഫിക്സ്ഡ് ആണ്. എവിടെ ബില്ലാളി വീരനായ അർജുനനുണ്ടോ, അതായത് നമുക്ക് ദൃഢനിശ്ചയയുക്തരായിട്ടുള്ള ഭക്തി സേവകന്മാരുണ്ടോ, അവിടെ ഐശ്വര്യം, വിജയം, അസാധാരണ ശക്തി, നീതി എല്ലാം തന്നെ കാണും. ഇതാണ് കൺക്ലൂഡിംഗ് വേഴ്സ് ഓഫ് ഭഗവത്ഗീത. ഓക്കെ, അപ്പൊ ഇവിടെ തീർന്നു, 18 ശ്ലോകങ്ങൾ തീർന്നു. ഇനി നമുക്ക് ഒരു ഭഗവത്ഗീതയുടെ ഒരു രത്ന ചുരുക്കം എന്ന രീതിയിൽ 2-3 പോയിന്റ്സ് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു, ഭഗവത്ഗീത എന്ന് പറയുന്നത് ഒരു സാധാരണ ഗ്രന്ഥമല്ല. അത് വളരെ ശ്രേഷ്ഠം, മഹത്തരമാണ്. നമുക്ക് ആഹ്ലാദം, ജീവിക്കാനുള്ള ഉത്തേജനം പകരുന്ന സന്ദേശമാണ് അതിൽ. മഹാത്മാഗാന്ധിയുള്ള ആൾക്കാരും അത് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് എന്തെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ വരുന്ന ഒരു നിമിഷത്തിൽ ഞാൻ ഭഗവത്ഗീത തുറന്നു നോക്കി ഒരു ശ്ലോകം വായിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിൽ നിന്നും ഒരു ഉണർവ് കിട്ടുന്നു, മുമ്പോട്ട് പോകാനുള്ള വഴി ഗീതാമാതാവ് കാണിച്ചു തരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഏതെങ്കിലും ഒരു സാധാരണ വ്യക്തി രചിച്ച ഒരു സാധാരണ ഗ്രന്ഥം, മണ്ടെയിൻ ബുക്ക്, മണ്ടെയിൻ പേഴ്സണാലിറ്റി രചിച്ച അതല്ല. അത് ഭഗവാന്റെ ജ്ഞാനശക്തിയാകുന്നു. പതിതാത്മാക്കളെ ആത്മജ്ഞാനത്താൽ ബോധവൽക്കരിച്ച് നേർവഴിയിലേക്ക് നയിച്ച് ഒരു പുതു ചൈതന്യം നൽകുന്ന ഒരു വളരെ ശ്രേഷ്ഠവത്തായ ഗ്രന്ഥമാകുന്നു ഭഗവത്ഗീത. ഇത് പഠിക്കുന്ന ഒരാൾക്ക് ഭഗവാനുമായി നേരിട്ടുള്ള അനുഭവം കിട്ടും. അത് ശരിയായി കേൾക്കുന്ന ഒരാൾക്ക് കൃഷ്ണാവബോധത്തിൽ എളുപ്പത്തിൽ എത്താനായിട്ട് സാധിക്കുന്നു. എല്ലാത്തിലും കൃഷ്ണനെ കാണാൻ കഴിയുന്നു. അയാളുടെ ജീവിതം ഓരോ കാൽവയ്പിലും ആവേശകരവും അത്ഭുതകരവും ആയിത്തീരുന്നു. കൃഷ്ണാവബോധത്തിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും പരമമായ ധാമം, ശരണം കൃഷ്ണനാണ് എന്നുള്ള വസ്തുത അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. കൃഷ്ണന്റെ തീരുമാനം, ആഗ്രഹം അതാണ് അഥവാ അത് മാത്രമാണ് ഏറ്റവും ഉയർന്നത്, ശ്രേഷ്ഠമായിട്ടുള്ളത്. മറ്റെല്ലാം അതിന് താഴെയാണ് എന്ന് ഒരു ഭക്തൻ മനസ്സിലാക്കി ഭക്തൻ കൃഷ്ണന്റെ ആഗ്രഹത്തിന് വഴങ്ങുന്നു. തൻ്റെ ഇഷ്ടം എന്താണെന്നുള്ളതല്ല, ഭഗവാൻ ആഗ്രഹിക്കുന്നത് എന്താണ് അതനുസരിച്ചിട്ട് അയാള് ജീവിതം മാറ്റുന്നു. അതോടെ വിജയം എന്ന് പറയുന്നത് ഉറപ്പാക്കുന്നു. ഒരിക്കലും പരാജയം എന്തെന്ന് അറിയുന്നില്ല. ഭഗവാൻ അച്യുതനാണ്, ഒരിക്കലും വീഴ്ച പറ്റാത്തവനാണ്. ഭഗവാൻ നമ്മുടെ കയ്യിലൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പിടിവിടത്തില്ല. ഓക്കെ, നമ്മൾ ഒരിക്കലും താഴെ വീഴില്ല എന്നുള്ളത് ഭഗവാൻ. സത്യം എന്തേ എന്ന് ഭഗവാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അതാണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ നിർത്താണ്. ഓൾറെഡി 9:25 എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ. ഹരേ കൃഷ്ണ പ്രഭു, എനിക്ക് ത്രീ ശ്ലോകി ഭാഗം അതേതാ? 15 ഏതാണെന്ന് പറഞ്ഞു? 15, 16, 17, 18. ഓർത്തിരിക്കാൻ വളരെ എളുപ്പമാണ്. 15, 16, 17, 18. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഹരേ കൃഷ്ണ പ്രഭു. ഭാവിമൗ പുരുഷൗലോകെ, അവിടുന്ന് തുടങ്ങുന്ന 3 ശ്ലോകങ്ങൾ. ക്ഷരം അക്ഷരം എന്താണെന്ന് പറയുന്നു. അതിനുശേഷം ഭഗവാൻ പറയുന്നു അതിനേക്കാളും ഉപരിയാണ് ഞാൻ, പുരുഷോത്തമ. ഹരിബോൾ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. ഇത്ര നല്ല ക്ലാസ്. ഭഗവാനെ പറ്റി അവസാനത്തെ ആ 18ാമത്തെ ശ്ലോകം, ഇത് ചാപ്റ്റർ ഇത്ര നന്നായിട്ട് പ്രഭു പറഞ്ഞു തന്നു. അതിന് നമുക്ക് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് 18ാമത്തെ ചാപ്റ്റർ. കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട് ഈ 18ാമത്തെ ചാപ്റ്റർ, അല്ലെ? മഹാഭാരതത്തിലെ ഒരു കണക്ഷൻ ആണെന്ന് പറഞ്ഞു തുടങ്ങി. പിന്നെ 18 എന്ന ഒരു നമ്പറിനെ കുറിച്ച് പല കാര്യങ്ങളും, 18 ദിവസത്തെ യുദ്ധം, 18 അക്ഷോണികൾ, 18 അധ്യായങ്ങൾ, 18 പർവ്വങ്ങൾ മഹാഭാരതത്തില്. അപ്പോ
അങ്ങനെ തുടങ്ങി. പ്രഭു നന്നായിട്ട് ത്രിഗുണങ്ങളെ പറ്റിയും പറഞ്ഞു. ഈ ചാപ്റ്റർ തന്നെ എങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് പ്രഭു നന്നായിട്ട് വിവരിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ അതിന്റെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 64 മുതൽ 66 വരെയുള്ള ശ്ലോകങ്ങൾ എത്ര മോസ്റ്റ് സീക്രട്ട്, മോർ സീക്രട്ട്, മോസ്റ്റ് സീക്രട്ട്, സൂപ്പർ മോസ്റ്റ്, അങ്ങനെ അങ്ങനെ 3 വിധത്തിലുള്ള 3 ശ്ലോകങ്ങൾ 64, 65, 66 അത് വളരെ ഇമ്പോർട്ടന്റ്. എല്ലാവരും ഈ 3 ശ്ലോകങ്ങൾ നമ്മൾ മനസ്സിൽ വെക്കണം. അത് ഒരു പ്രാർത്ഥന പോലെ നമ്മൾ എന്നും മനസ്സിലാക്കണം. കാരണം അതൊരു ടോപ്പ് മോസ്റ്റ് ഒരു ടിപ്പ് നമുക്ക് മനസ്സിലാക്കാവുന്ന ഭഗവാൻ പറയുന്ന ഒരു ചെറിയ ടിപ്പാണത്. ചെറുതല്ല, ഏറ്റവും വലുതും, പക്ഷെ വെരി കണ്ടന്റ് ആയിട്ടുള്ള ഒരു മന്മനാഭവും മദ്ഭക്തവും മധ്യാജീമാം നമസ്കുരു, അതും പിന്നെ സർവധർമാൻ പരിത്യജ മാമേകം ശരണം പ്രച്ച. ഈ 2 ശ്ലോകങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടന്റ്. ഇതിനു മുമ്പ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഭഗവാനെ പറ്റി ഈ 66 കഴിഞ്ഞ പിന്നെ നമുക്ക് വേറെ ഒന്നും ഇനി ചോദിക്കാനില്ല. അത് അത്രയും ഭഗവാൻ അത്രയും നന്നായിട്ടാണ് ആ ശ്ലോകങ്ങളൊക്കെ അവിടെ വിവരിച്ച് തന്നിരിക്കുന്നത്. നമ്മൾ ജസ്റ്റ് അത് കേൾക്കുക. പിന്നെ അതിന്റെ ഫലശ്രുതി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, വെരി ബ്യൂട്ടിഫുൾ. അത് നമ്മള് എന്താ പറയാ, അത് ആരാണ് ഇതിനെ കുറിച്ച് പറയുന്നതും അല്ലെങ്കിൽ പഠിപ്പിക്കുന്നതും എല്ലാം ഭഗവാൻ ഇഷ്ടമുള്ളതാണ്. അപ്പൊ നമ്മള് ഈ 3 മാസം നമ്മൾ ഇത്രയും എല്ലാവർക്കും പ്രയാസമുണ്ട്, എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഇവിടെ കേട്ടിരിക്കുന്ന ആൾക്കാരും എല്ലാവരും ഭഗവാന്റെ പ്രിയപ്പെട്ടവരായി മാറി എന്ന് തന്നെ പറയാം. കാരണം ഇത് കേൾക്കുന്നവരും അതെ, നമുക്ക് അർത്ഥം അറിയാതെ നമ്മൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത് പോലും ഭഗവാന് വളരെ ഇഷ്ടമാണ്. ഇതെല്ലാം ഭക്തിയുത സേവനമാണ് അല്ലെ. അപ്പൊ നമ്മള് ഇതില് ഇനി എന്തെങ്കിലും നമുക്ക് ഇനിയും കുറച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ പ്രഭുവിനോട് നേരിട്ട് ചോദിക്കാം. പ്രഭു ഒരു 5 മിനിറ്റ് കൂടെ നമുക്ക് തരാം. കാരണം ഇത് അവസാനത്തെ ക്ലാസ് ആണ്. ഇനി കൺക്ലൂഷൻ ക്ലാസ് ബുധനാഴ്ച ഉണ്ട്. അത് നമ്മുടെ ഇസ്കോൺ മാനേജർ ഹിസ് ഗ്രേസ് ഗോപാൽ ഗൗര ഗുരുദാസ് പ്രഭു ആണ് എടുക്കുന്നത്. ഇതിനെ പറ്റിയൊക്കെ നല്ലൊരു ക്ലാസ് ആയിരിക്കും കൺക്ലൂഷൻ ക്ലാസ് നമുക്ക് ബുധനാഴ്ച തരുന്നത്. അപ്പൊ ഇന്ന് നമുക്ക് ഇവിടെ ഭഗവത്ഗീത അവസാനിച്ചു. ഇതിനെക്കുറിച്ച് വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ നന്നായിട്ട് ചോദിക്കാം. എന്തെങ്കിലും നമുക്ക് ഒരു സംശയം മനസ്സിൽ വെക്കാൻ പാടില്ല അല്ല. നമ്മൾ ഇത്രയൊക്കെ പഠിച്ചു, എന്നിട്ട് നമുക്ക് ഇനിയും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ചോദിക്കാം. ഒരു മടിയും കൂടാതെ നമുക്ക് ചോദിക്കാം. ഹരേ കൃഷ്ണ പ്രണാമം. ഹരേ കൃഷ്ണ പ്രഭു. പ്രഭു ഈ സർവധർമാൻ പരിത്യജ എന്ന് പറഞ്ഞ ശ്ലോകം അറിയാമെങ്കിലും കുറെ സംശയങ്ങൾ എപ്പോഴും മനസ്സിലുണ്ട്. അതായത് ഈ എല്ലാ ധർമ്മങ്ങളെയും ഉപേക്ഷിച്ചിട്ട് നീ എന്നിലേക്ക് ശ്രദ്ധിക്കുന്നല്ലേ പറഞ്ഞു. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ധർമ്മങ്ങൾ പറഞ്ഞ് നമ്മള് അത് ഉപേക്ഷിക്കാൻ, അത് എനിക്ക് എപ്പോഴും ഒരു സംശയം വരും. അത് എങ്ങനെയാ പ്രഭു? ഓക്കെ. അപ്പം ഇതില് ഭഗവാൻ പല കാര്യങ്ങളും പറഞ്ഞു എന്ന് പറഞ്ഞു അല്ലേ. ഭഗവത്ഗീതയിൽ പല കാര്യങ്ങളും പറഞ്ഞു. ഓരോ കാര്യങ്ങളും ചെയ്യുക, ഇതെല്ലാം പറഞ്ഞ ശേഷം അവസാനം പറയുന്ന കാര്യമാണ് ഈ ധർമ്മങ്ങളൊക്കെ നീ വിടുക. അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ട കാര്യമില്ല. നീ എന്നെ ശരണം പ്രാപിക്കുക, അതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. അതായത് നമ്മള് ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം കിട്ടാനായിട്ട് ചിലപ്പം അത്രമാത്രം അല്ലാത്ത വേറൊരു കാര്യം ഉപേക്ഷിക്കാറുണ്ട്. പോയില്ലയോ ഇല്ലേ? ഇപ്പം ഉദാഹരണത്തിന് എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടി. എനിക്ക് എൻ്റെ വീടിൽ നിന്ന് മാറേണ്ടി വരുന്നു ഇല്ലേ. ആ സുഖ സൗകര്യങ്ങൾ ഞാൻ ഉപേക്ഷിച്ച് വേണം എനിക്ക്
ഹയർ സ്റ്റഡീസിന് വേണ്ടി പോകാനായിട്ട്, ഇല്ലേ? അപ്പോൾ ഒരു കാര്യം നമുക്ക് കിട്ടാനായിട്ട്, ശ്രേഷ്ഠമായിട്ടുള്ള കാര്യം കിട്ടാനായിട്ട് വേറൊരെണ്ണം നമ്മൾ ഉപേക്ഷിക്കാറുണ്ട്. അതേപോലെ ഇവിടെയും നമുക്ക് പല വിധത്തിലുള്ള ഡ്യൂട്ടീസ് കാണും. അതെല്ലാം തന്നെ നമ്മൾ ഇപ്പം സന്യാസം എന്ന് പറയുന്നത് നോക്കൂ. സന്യാസം എന്ന് പറയുന്നത് എല്ലാം ഉപേക്ഷിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമാണെങ്കിലും അവിടെ ചെയ്യുന്ന കർമ്മങ്ങൾ, പല കർമ്മങ്ങൾ ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഇല്ല, ചെയ്യാതിരിക്കാൻ പറ്റില്ല. നമുക്ക് ഇത് ആകെ ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കർമ്മത്തിൻ്റെ ഫലങ്ങൾ നമുക്ക് ആസക്തി ഇല്ലാതെ ആ കർമ്മങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കണം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും ഭഗവാന് വേണ്ടി സമർപ്പിച്ച് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു വിധത്തിലുള്ള ബന്ധനങ്ങളൊന്നും തന്നെ വരുന്നില്ല. ആ രീതിയിൽ എത്തണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. ഇപ്പം ഉദാഹരണത്തിന് ഒരു ഗൃഹസ്ഥനായിട്ടുള്ള ഒരാൾ, അയാൾക്ക് പല വിധത്തിലുള്ള റെസ്പോൺസിബിലിറ്റീസ് കാണും. അതെല്ലാം അയാളുടെ ധർമ്മമാണ്. കുടുംബത്തെ നോക്കുക എന്നുള്ള ഒരു ഗൃഹസ്ഥന്റെ ധർമ്മമാണ്. പക്ഷേ അത് ഭഗവാനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ അത് ഉപേക്ഷിക്കണം എന്നാണോ ഭഗവാൻ പറയുന്നത്? ഇല്ല, ഭഗവാൻ എങ്ങും പറയുന്നില്ല. അർജുൻ്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ, നീ എന്നെ ആശ്രയിക്കൂ, അതുകൊണ്ട് നീ യുദ്ധം ചെയ്യേണ്ട, രാജ്യം ഉപേക്ഷിക്കൂ എന്നൊന്നും അല്ല പറഞ്ഞത്. നീ എന്നെക്കുറിച്ച് സ്മരിച്ചുകൊണ്ട് യുദ്ധം ചെയ്യൂ. എൻ്റെ പ്ലാനിൽ നീ വെറും ഒരു ഉപകരണം മാത്രമായി തീരൂ. ഈ യുദ്ധം എൻ്റെ ആഗ്രഹപ്രകാരം നടക്കുന്നു. ഇതിൻ്റെ പരിണാമം എന്താണെന്ന് എനിക്കറിയാം. ഈ കാണുന്ന യോദ്ധാക്കളെല്ലാം എന്നാൽ മരിക്കപ്പെട്ടു കഴിഞ്ഞു. നീ ആയുധം എടുക്കൂ, എന്നിട്ട് യുദ്ധം ചെയ്യൂ, ഇല്ലേ? അപ്പൊ അവിടെ ഭഗവാനെ അർജുനൻ ആശ്രയിക്കുകയാണ്. ഇനി മുതൽ എൻ്റെ തീരുമാനമല്ല, ഈ യുദ്ധം ചെയ്തിട്ട് ഞാൻ ജയിക്കണം, ഞാൻ പരാജയപ്പെടും, ജയിച്ചു കഴിഞ്ഞാൽ ഇതായിരിക്കും സ്ഥിതി, പരാജയപ്പെട്ടാൽ ഇതായിരിക്കും സ്ഥിതി, ഇതൊന്നും അർജുനൻ പിന്നെ ആലോചിക്കേണ്ട കാര്യമില്ല. ഭഗവാൻ അതിനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭഗവാന്റെ പ്രൊട്ടക്ഷനിലാണ് നമ്മൾ. എന്ത് വന്നു കഴിഞ്ഞാലും അത് ഭഗവത് നിശ്ചയമാണെന്നുള്ള ഉറപ്പിൽ നമ്മൾ ചെയ്യുന്നു. നമ്മുടെ ഡ്യൂട്ടി നമ്മൾ ചെയ്യുന്നുണ്ട്, പക്ഷേ മനസ്സെവിടെയായിരിക്കും? ഇത് ഭഗവാന് വേണ്ടി നാം ചെയ്യുന്നു എന്നുള്ള ഇതിലായിരിക്കും ഓരോ പ്രവൃത്തി. അപ്പോൾ ഒരു ഗൃഹസ്ഥൻ അല്ലെങ്കിൽ ഗൃഹനാഥയ്ക്ക് എങ്ങനെയാണ് ഇത് ചെയ്യാൻ സാധിക്കുക? കൃഷ്ണനുമായിട്ട് എങ്ങനെ ബന്ധപ്പെടുത്താൻ സാധിക്കും? നമ്മുടെ ദൈനംദിന കാര്യങ്ങൾ, ഞാൻ രാവിലെ എണീക്കണം, കുട്ടികൾക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്യണം, എല്ലാം പാക്ക് ചെയ്തിട്ട് കൊടുത്തയക്കണം, ഇതൊക്കെ ഇതല്ലേ നമ്മൾ പ്രവൃത്തികൾ എന്ന് പറഞ്ഞ് ചെയ്യുന്ന ഇതാണ്. ഇതെങ്ങനെ ഭഗവാനെ ആശ്രയിച്ച് ചെയ്യാനായിട്ട് സാധിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കുടുംബത്തെ ഭഗവാനുമായിട്ട് ലിങ്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കൃഷ്ണനെ നമ്മുടെ കുടുംബത്തിന്റെ നടുത്ത് കൊണ്ട് നിർത്തുക. ഈ കുടുംബം എന്ന് പറയുന്നത് ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്ന ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അത് ഭഗവാന്റെ സേവനത്തിനായിട്ടാണ്. ഈ ഓരോ കാണുന്ന നമ്മുടെ കൂടെ കുടുംബത്തിലുള്ള വ്യക്തികൾ എന്ന് പറയുന്നത് ഭഗവാന്റെ അംശങ്ങളാണ്. അവരുടെ യഥാർത്ഥ നന്മയാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി. യഥാർത്ഥ നന്മ എന്ന് വെച്ചാൽ എന്താണ്? അവരെ ഓരോരുത്തരെയും കൃഷ്ണാവബോധത്തിലാക്കുക. അപ്പൊ നമ്മുടെ ഓരോ പ്രവൃത്തിയും ആ രീതിയിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും അത് ഭഗവാന്റെ പ്രീതിക്കായിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. നമ്മള് ഈവൻ കുക്ക് ചെയ്യുന്നത് പോലും ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? ഭഗവാന് വേണ്ടി കുക്ക് ചെയ്യും, ഭഗവാൻ ഓഫർ ചെയ്യും, എന്നിട്ട് അതാണ് നമ്മൾ നമ്മുടെ വീട്ടുകാർക്ക് കൊടുക്കുക. അപ്പം അതിൽ നിന്നും യാതൊരു വിധത്തിലുള്ള പാവപ്രതികരണങ്ങളും ഉണ്ടാകുന്നില്ല. ഇങ്ങനെ ഓരോ കാര്യവും നമുക്ക് ഭഗവാനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ധർമ്മം എന്താണോ അത് നമ്മൾ ചെയ്യുകയും ചെയ്യും. അതേസമയം ഭഗവാനെ ആശ്രയിച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് കർമ്മത്തിൽ എന്നുള്ള ബന്ധനം ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല. അതിൽ നിന്നാണ്, കർമ്മത്തിൽ നിന്നുള്ള ബന്ധനത്തിൽ നിന്നാണ് അവിടെയാണ് പാപം വരുന്നത്. കർമ്മമോ ഫലോദ്ദിഷ്ട കർമ്മമോ അല്ലെങ്കിൽ വികർമ്മമോ ചെയ്തു കഴിഞ്ഞാൽ അതിന് അതുണ്ട്, പുണ്യപാപ ഫലങ്ങളുണ്ട്. പക്ഷേ ഭഗവാന് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളിൽ അകർമ്മം മാത്രമേ ഉള്ളൂ,
അതിന് പ്രതികരണങ്ങളൊന്നുമില്ല. അങ്ങനെയാണ് ഭഗവാൻ നമ്മളെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നത്. അവിടെയാണ് ഭഗവാന്റെ ശരണാഗതി വരുന്നത്. അത് പിന്നെ ഇത് പറയുന്നുണ്ട്, ഭഗവാന് ഇത് ആനുകൂല്യേന എന്താണ് അനുകൂലമായിട്ടുള്ളത്, ഭക്തിക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുക, പ്രതികൂലമായിട്ടുള്ള എല്ലാം തന്നെ വർജിക്കുക. ഭഗവാൻ മാത്രമാണ് നമ്മുടെ രക്ഷകൻ എന്ന് എല്ലാ സമയത്തും ചിന്തിക്കുക. ഇങ്ങനെ 6 വിധത്തിലുള്ള ശരണാഗതികളുണ്ട്. അത് അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് പൂർണ്ണമായിട്ടും ഭഗവാൻ തന്നെ ആശ്രയിക്കാനായിട്ട് സാധിക്കുന്നത്. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഓക്കെ മാധവി, ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും ഇനി ഈ ക്ലാസ്സിനെ പറ്റി നല്ലതോ ചീത്തയോ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പറയാവുന്നതാണ്. ഞങ്ങൾ ഈ 3 മാസം എടുത്ത ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായോ, അതോ നിങ്ങൾക്ക് എന്തെങ്കിലും അതിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് പറയാവുന്നതാണ്. കാരണം ഇത് ഇന്നത്തെ അവസാനത്തെ ക്ലാസ് ആണ്. അപ്പോൾ ഇനി കൺക്ലൂഷൻ ക്ലാസ് എന്ന് വെച്ചാൽ നമ്മുടെ ഇസ്കോൺ മാനേജർ ഗോപാൽ പ്രഭുവിന്റെ ഒരു ക്ലാസ്സും കൂടെ ഉള്ളൂ. അപ്പൊ ഇനി അവിടെ ഭഗവത്ഗീത ഇല്ല. അപ്പോൾ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് തുറന്നു പറയാവുന്നതാണ്. ഹരേ കൃഷ്ണ പ്രഭു. ഭഗവത്ഗീത ക്ലാസിന്റെ 2ാമത്തെ ആവർത്തിയാണിത്. ആദ്യത്തെ ക്ലാസ് കേൾക്കാൻ ക്ലാസ് ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ വളരെ ഒരു ഒന്നും അറിയാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോ എന്താ പറയുന്നതെന്നൊക്കെ കേൾക്കാൻ വേണ്ടി വളരെയധികം ക്യൂരിയോസിറ്റി, ആകാംക്ഷയോടെ ഇരുന്നാണ് ആദ്യം മുതൽ അവസാനം വരെ. പെട്ടെന്ന് എന്തോ പറഞ്ഞു കിട്ടും എന്നൊക്കെ ഉള്ള, ഇതിനു മുന്നിൽ 1-2 പ്രാവശ്യമൊക്കെ ഞാൻ തന്നെത്താനെ വായിച്ചു നോക്കാൻ ട്രൈ ചെയ്തെങ്കിൽ എനിക്ക് ഒന്നും തന്നെ മനസ്സിലായില്ല. 2ആവർത്തിയൊക്കെ വായിച്ചു നോക്കി. അപ്പൊ ഞാൻ പെട്ടെന്ന് എനിക്ക് എന്തോ ഒരു ഈസി ആയിട്ട് ഒരു ക്യാപ്സൂൾ കണക്ക് എന്തോ കിട്ടും എന്നൊക്കെ പ്രതീക്ഷയിട്ടായിരുന്നു ഞാൻ ആദ്യത്തെ ഫസ്റ്റ് ക്ലാസ് സെഷൻ അറ്റൻഡ് ചെയ്തത്. പക്ഷെ ഓരോ ക്ലാസ് കഴിയുമ്പോഴും എനിക്കുണ്ടായിട്ടുള്ള അനുഭവം വളരെ വ്യത്യസ്തമായ അനുഭവങ്ങൾ എന്ന് എനിക്ക് ഒരിക്കലും വായിച്ചു മനസ്സിലാക്കാനും എന്റെ ബുദ്ധിക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റാത്ത തലത്തിലുള്ള ഇല്ലസ്ട്രേഷൻസും കാര്യങ്ങളുമായിട്ട് എക്സാമ്പിൾസ് ഒക്കെ ആയിട്ടാണ് ഓരോ ക്ലാസ്സും പൊക്കോണ്ടിരുന്നത്. ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിലാണ് ഓരോ ക്ലാസ്സും. അപ്പൊ ഫസ്റ്റ് സെഷൻ ആദ്യത്തെ ആവൃത്തി കഴിഞ്ഞപ്പോ തന്നെ എനിക്ക് മനസ്സിലായി, ഇതെനിക്ക് മനസ്സിലാക്കാൻ കുറെ കൂടെ സമയം എടുക്കും. ഇതെങ്ങനെ ഞാൻ ഇനി ഒന്നും കൂടെ എനിക്ക് കേൾക്കണമെന്ന് ആഗ്രഹം കഴിയുന്നതിന് മുന്നേ മനസ്സിലുണ്ടായിരുന്നു. അപ്പോഴാണ് 2ാമത് ഒന്നും കൂടെ ഒരാവർത്തി കൂടെ ഭഗവത്ഗീത ക്ലാസ് ഉണ്ട് എന്ന് മാതാജി അനൗൺസ് ചെയ്തു. അപ്പൊ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ എനിക്ക് തന്നെ മനസ്സിലായി, ഇത് എനിക്ക് പെട്ടെന്നൊന്നും ഞാൻ ഉദ്ദേശിച്ച പോലെ ഒരു ക്യാപ്സൂൾ പോലെ ഒന്നും കിട്ടുന്ന സംഭവം അല്ല എന്ന് എനിക്ക് അങ്ങനെ ഒരു റിയലൈസേഷൻ എനിക്ക് ഉണ്ടായി കഴിഞ്ഞപ്പോ 2ാമത്തെ ആവർത്തി ഞാൻ കുറച്ചുകൂടെ ശ്രദ്ധയോടെ, എന്ന് വെച്ചാൽ എന്റെ ബുദ്ധിക്ക് പറ്റുന്ന രീതിയിൽ ശ്രദ്ധയോടെ ഭഗവത്ഗീതയും കയ്യിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയത്. തുടക്കത്തിലൊക്കെ ഞാൻ ഇത് ശ്ലോകവും വായിച്ച അർത്ഥം മനസ്സിലാക്കി എഴുതി പോകാനും ഒക്കെ പറ്റി. പക്ഷെ ചില ക്ലാസ്സുകളൊന്നും അതൊന്നും പറ്റാതെ പോയി. എങ്കിലും എനിക്ക് സ്വന്തമായി എൻ്റെ ലൈഫിൽ അല്ലെങ്കിൽ എൻ്റെ ക്യാരക്ടറിൽ വലിയ രീതിയിൽ അല്ലെങ്കിൽ ചെറിയ രീതിയിലൊക്കെ ഒരു ട്രാൻസ്ഫർമേഷൻ ഉള്ളവർക്കൊന്നും മനസ്സിലാവില്ലായിരിക്കും. എനിക്ക് എൻ്റെ വ്യക്തിത്വത്തിൽ അത് എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിൽ കുറെ കൂടി പേഷ്യൻസ് ഉണ്ടായി. ഭഗവാൻ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ സെന്ററിൽ നിന്ന് പ്രവർത്തിക്കുകയാണെന്ന് പറഞ്ഞ് കേട്ടെങ്കിൽ എനിക്കത് അതെന്തോ എനിക്ക് അനുഭവത്തിലൂടെ തോന്നാൻ തുടങ്ങി. പിന്നെ അത് ശരിയാണെന്ന് മനസ്സിലായി. അതെല്ലാം എനിക്ക്
ക്ലാസ്സിൽ വിടണം. കാരണം ഒരു ദിവസം വിട്ട് അടുത്ത ക്ലാസ് മൺഡേ ഓക്കെ ക്ലാസ് കഴിയുമ്പോൾ ട്യൂസ്ഡേ ആകുമ്പോൾ അതേ സമയമാകുമ്പോൾ ഇന്ന് ക്ലാസ് ഇല്ലല്ലോ എന്നൊരു എന്തോ ഒരു നഷ്ടബോധമില്ല, ഇന്ന് ഇല്ലല്ലോ എന്നൊരു വിഷമം. എന്നാലും തോന്നും ആ ബുധനാഴ്ച ഉണ്ടല്ലോ. പക്ഷെ സാറ്റർഡേ ആകുമ്പോ എനിക്ക് തോന്നുന്നു സാറ്റർഡേ സൺഡേയും കാത്തിരിക്കണമല്ലോ, അങ്ങനെ ഒരു ഫീൽ ഉണ്ടാകുമായിരുന്നു. അപ്പൊ അത് ഇവിടെ ക്ലാസ് എടുക്കുന്നത് എല്ലാം അത്രയും വണ്ടർഫുൾ ക്ലാസ്സുകളായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഫീല് ഉണ്ടാകുന്നത്. പല ക്ലാസ്സുകളും ഞാൻ ഈ പറഞ്ഞ പോലെ ഭഗവത്ഗീത കയ്യിൽ വെച്ചോണ്ടല്ല ഞാൻ കേട്ടിട്ടുള്ളത്. കുറെ ക്ലാസ്സുകളൊക്കെ ഞാൻ കിച്ചണിൽ അടുക്കളയിൽ പണി എടുത്തോണ്ടിരിക്കുമ്പോൾ കേൾക്കുമായിരുന്നു. അതിനിടയിൽ ഓടിപ്പോയി ഒരു പേന എടുത്ത് അടുക്കളയിൽ തന്നെ നിൽക്കുമ്പോൾ അവിടുത്തെ കലണ്ടറിൽ കുറിച്ച് പോയിന്റ്സ് ഒന്നുമില്ല പറയുന്ന ഏതെങ്കിലും അങ്ങനെയൊക്കെ എന്തൊക്കെയോ കുറച്ച് ഒരുപാടൊന്നും കിട്ടിയെന്ന് ഞാൻ പറയില്ല, പക്ഷെ കിട്ടിയതൊക്കെ അമൂല്യമായ കാര്യങ്ങളായിരുന്നു, അമൂല്യ രത്നങ്ങൾ എന്നൊക്കെ പറയാം എന്നെ സംബന്ധിച്ച്. അപ്പോ ഇങ്ങനെ 2 പ്രാവശ്യം ക്ലാസ് മാതാജി, നടത്താൻ എനിവേ നമുക്ക് യൂട്യൂബില് എല്ലാം റെക്കോർഡ്സ് കിടക്കുന്നുണ്ട്. അപ്പൊ മാതാജിക്ക് ഇത് വീണ്ടും വീണ്ടും ഒന്ന് കേട്ടാല് അത് നന്നായിട്ട് ബൈ ഹാർട്ട് ആവും. അപ്പൊ അപ്പൊ ഇങ്ങനെ ഒരു മാതാജി ഇത്രയൊക്കെ അറ്റംപ്റ്റ് ഭയങ്കര നന്നായിട്ട് നല്ലതായിരുന്നു. മനസ്സിലായത് ഏറ്റവും നല്ല കാര്യമാണ്. ആ ഒരു നമുക്ക് കേൾക്കാനുള്ള ഒരു താല്പര്യമാണ് ഭഗവാൻ ശ്രദ്ധിക്കുന്നത്. നമ്മള് ആ ഒരു ശ്രദ്ധ അല്ലെങ്കിൽ ആ ഭാവമാണ് നമുക്ക് വേണ്ടത്. അത് മാതാജിക്ക് കിട്ടി. അപ്പോ അത് തന്നെ നമ്മുടെ ഒരു സന്തോഷമാണ്. പിന്നെ എനിക്ക് എപ്പോഴും തോന്നണ ഒരുപാട് ഇങ്ങനെ ഒരുപാട് മഴ പോലെ പെയ്തുകൊണ്ടിരിക്കുന്നതിൽ എനിക്ക് കിട്ടിയത് കുറച്ച് ജലത്തുള്ളികൾ മാത്രമാണെന്ന് ഞാനെന്ന ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ അല്ല, ഞാനെന്നൊരു നമ്മൾ ആ ഉൾക്കൊള്ളാൻ തുള്ളികളായിട്ട് പറ്റിയത് അത്ര നിൽക്കണ്ട, മാത്രം. തുള്ളികളായിട്ട് നിൽക്കണ്ട. നമ്മളത് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതാണ്. നമുക്ക് കുറച്ചുകൂടെ ടൈം വേണം. അതായത് നമുക്ക് ഒരു വർഷത്തെ ഒരു ക്ലാസ് ആയിട്ട് മാറും അത് എല്ലാവർക്കും താല്പര്യം ഉണ്ടെങ്കിൽ ഒരു വർഷത്തെ ക്ലാസ് ആയിട്ട് നമ്മളത് കണ്ടിന്യൂ ചെയ്യും. കാരണം ഇപ്പോ ഒരു 3 മാസം ഇരുന്ന് കേൾക്കുന്ന പോലെ അല്ല. അപ്പൊ അത് 5 ശ്ലോകം അല്ലെങ്കിൽ 10 ശ്ലോകം വീതം നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ അതുപോലെ സമയം എടുക്കും. അപ്പൊ അത് എല്ലാവർക്കും ഒരേപോലെ ക്ഷമയുണ്ടെങ്കിൽ ഇതിൽ മെസ്സേജ് ചെയ്യുക. നമ്മൾ കൂടുതൽ ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മൾ എടുത്തു തരുന്നതാണ്. നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഒന്നുമില്ല, നമുക്ക് സന്തോഷമാണ്. കാരണം ഭഗവാൻ എന്താ പറയാ, ഭഗവാന്റെ ഈ വിവരം ഇത് എന്താ ഭഗവത്ഗീത എന്ന ആ ഒരു ഗീതം നമ്മള് പഠിക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഭഗവാന് കൂടുതൽ നമ്മളോട് പ്രിയമാണ്. അപ്പോ നമ്മൾ ഇതിന്ന് പിന്മാറുന്ന ഒരു പ്രശ്നമില്ല. അപ്പോ നമ്മൾ ഇനിയും ഡീറ്റെയിൽസിലേക്ക് പോകും. ബട്ട് എത്ര പേർക്ക് ഇതിൽ താല്പര്യം ഉണ്ടെന്ന് കൂടെ നമ്മൾ അറിഞ്ഞാലേ അത് മുന്നോട്ട് പോവുള്ളൂ. കാരണം ഇത് ഒരു വർഷത്തെ ഒരു കോഴ്സായിട്ടല്ല, അത് അത്രയും ടൈം എടുക്കും. ഓരോ പർപ്പോട്ടും അതിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സും ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിച്ചു വരുമ്പോഴേക്കും സമയമെടുക്കും. അത്രയും ക്ഷമയോടെ നമ്മുടെ എല്ലാ ശ്രോതാക്കളും എല്ലാ ഭക്തന്മാരും താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അത് മുന്നോട്ട് പോവാണ്. ഇനി അടുത്തൊരു ബുക്ക് നമ്മൾ ഈശോപനിഷത്താണ് പറഞ്ഞിരിക്കുന്നത്. അത് വളരെ ചെറിയ ബുക്കാണ്, എന്നായിരുന്നാലും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ അതൊക്കെ നമുക്ക് ഓരോ ആഴ്ചയിൽ നമ്മളത് എടുത്തു പോകുമ്പോഴേക്കും അത്രയും സമയം നമുക്ക് മറ്റേത് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാനുള്ള കോഴ്സ് തയ്യാറാക്കാനും നമുക്ക് അത്രയും ടീച്ചേഴ്സും കൂടെ നമ്മൾ സഹകരിച്ചും മുന്നോട്ട് പോകണം. അതുകൊണ്ട് അത് തീർച്ചയായിട്ടും വരും. അടുത്ത് തന്നെ ആ ഡീറ്റെയിൽഡ് സ്റ്റഡീസ് അടുത്ത് തന്നെ വരും. അതുകൊണ്ട് ഈ മഴത്തുള്ളികളായിട്ട് ചെറിയ രീതിയിൽ ഇരിക്കേണ്ട മാതാജി, സമാധാനമായിട്ട് ഇരിക്കുക. ഓക്കെ മാതാജി? ഓക്കെ മാതാജി, താങ്ക് യു വെരി മച്ച്. ഇങ്ങനെ ഒരു അറ്റംപ്റ്റും എനിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റിയത് തന്നെ ഈ ക്ലാസിന്റെ ഒരു മഹിമയായിട്ടേ കരുതുള്ളൂ. അല്ല, നമുക്ക് അഭിപ്രായം നല്ലതാണെങ്കിൽ ചീത്തയാണെങ്കിൽ നമ്മൾ അറിയണമല്ലോ. അപ്പോ അപ്പോഴല്ലേ അതിന് നമുക്ക് ഫർദർ എങ്ങനെ അത് മുന്നോട്ട് പോകണമെന്ന് പറയാൻ പറ്റുള്ളൂ. എല്ലാവരും അതുപോലെ എല്ലാവരും
നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും താല്പര്യം ഉണ്ടെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽ ക്ലാസ്സിലേക്ക് നമ്മൾ പോവും, തീർച്ചയായിട്ടും പോവും. സത്യം പറഞ്ഞ ഈ 18 അധ്യായം ഇത്ര വേഗം കടന്നു പോയത് അറിഞ്ഞില്ല. ഫസ്റ്റ് ശ്ലോകം രാജേഷ് പ്രഭു രണ്ടാമത്തെ സെഷൻ ഇത് തുടങ്ങിയപ്പം മാമകൈവ അങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങിയത് ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. പക്ഷെ 18 അധ്യായം ലാസ്റ്റ് ഇത്ര പെട്ടെന്ന് കടന്നു പോയപ്പോ കടന്നു പോയത് അറിഞ്ഞില്ല. അതാണ് സത്യം. പിന്നെ ഒരുപാട് സന്തോഷം ഇനി ഇത് കേൾക്കാൻ പറ്റിയതും ഇതില് ഒരു ഭാഗമാകാൻ പറ്റിയതിലും. അപ്പൊ ഇനി ഈശോപനിഷത്ത് എന്താണെന്ന് പോലും എനിക്ക് അറിയില്ല. ഞാൻ ഒരു പ്രാവശ്യം പോലും വായിച്ചിട്ടില്ല. ഈ പേര് പഠിക്കുമ്പോ ഈശോപനിഷത്ത് എന്ന് പറഞ്ഞ് അങ്ങനെ കേട്ടിട്ടുള്ളതേ ഉള്ളൂ. അപ്പൊ ആദ്യമായിട്ട് അത് വായിക്കാനും കേൾക്കാനും അറിയാനും ഒക്കെ ആയിട്ട് ഭയങ്കര ആങ്ഷ്യസ് ആയിട്ട് ഇരിക്കുകയാണ്. സത്യം പറഞ്ഞ എനിക്ക് അറിയില്ല അത് എന്താണെന്ന്. അത് ഇതുപോലത്തെ ശ്ലോകങ്ങളും നല്ല ഇമ്പോർട്ടന്റ് വേദിക് ഇറ്റ്സ് എ പാർട്ട് ഓഫ് വേദ. വേദങ്ങളുടെ ജ്ഞാനകാന്ഡമാണ് ഉപനിഷത്തുകൾ. കർമ്മകാന്ഡം, ജ്ഞാനകാന്ഡം എന്ന 2 പോർഷൻസ് ഉണ്ട്. ജ്ഞാനകാന്ഡം എന്നുള്ളത് അതാണ്, അതിന്റെ ഭാഗങ്ങളാണ് ഉപനിഷത്തുകൾ. ഉപനിഷത്തുകളിൽ വെച്ചിട്ട് 108 പ്രധാന ഉപനിഷത്തുകൾ ഉണ്ടെന്ന് പറയുന്നു. അതിലും ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള 10 എണ്ണം ഉണ്ട്. അതിലൊന്നാണ് ഈശോപനിഷത്ത്. ഓക്കെ പ്രഭു. മാതാജി, അപ്പൊ നന്നായിട്ട് കത്തിക്കൊണ്ടിരിക്കുന്ന ദീപത്തിൽ നിന്നാണ് ഒരുപാട് ചെറിയ ചെറിയ ദീപങ്ങൾ തെളിക്കാൻ പറ്റുന്നതെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ അതെനിക്ക് ഇപ്പൊ എന്റെ അനുഭവത്തിലൂടെ ഇപ്പൊ എനിക്ക് മനസ്സിലായി വരെയാണ്. ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദിയുണ്ട്. ഹരേ കൃഷ്ണ. നേരത്തെ ഒരു ചോദ്യം ചോദിച്ചേ, ഭഗവാനെ ആശ്രയിക്കുക എന്ന് പറയുന്നത്, ഭഗവാനെ അതില് ഭഗവാൻ പറയുന്നത് എന്താണ്? ധാമാം പ്രപദ്യന്തേ താം സദൈവ ഭജാമ്യഹം. നമ്മൾ എങ്ങനെ ഭഗവാനെ സറണ്ടർ ചെയ്യുന്നു അതിന് പ്രൊപ്പോർഷണൽ ആയിട്ടാണ് ഭഗവാൻ തിരിച്ച് ചെയ്യുന്നത്. നമ്മൾ 1% സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ ഭഗവാൻ 1%, നമ്മൾ 100% സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ ഭഗവാൻ 100% പ്രതികരിക്കും. ഓക്കെ, അപ്പോൾ അതേപോലെ ഇത് പഠിക്കുന്നതും മാതാജി പറഞ്ഞു ഇത് വളരെ ഡിഫിക്കൽട്ടാണ്, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ശരിയാണ്, എന്തുകൊണ്ടില്ല? കാര്യം നമ്മളെ ഒരു വിഷയം മാത്തമാറ്റിക്സോ ബയോളജിയോ എന്താണെന്നുണ്ടെങ്കിലും അത് ഒന്ന് പഠിച്ച് ഒരു ഡിഗ്രി പാസ്സാകാനായിട്ട് നമ്മൾ എത്ര കൊല്ലം ശ്രമിക്കണം? 15-17 കൊല്ലം കഴിഞ്ഞാലാണ് ഒരു ഡിഗ്രി ഹോൾഡർ ആകാൻ പറ്റുന്നത്, ഇല്ലേ? അപ്പം അതെന്ന് പറയുന്ന അറിവാണ്. ഇത് അധ്യാത്മവിദ്യ എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. വിദ്യാനാം, വിദ്യകൾ വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള അധ്യാത്മവിദ്യ. അപ്പൊ അധ്യാത്മവിദ്യ നമുക്ക് ചീപ്പായിട്ട് കിട്ടുമോ? ഇല്ല, ഇല്ലേ? അപ്പം അവിടെ പക്ഷെ ഇതിലൊരു പ്രത്യേകതയുണ്ട്. പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് നമ്മുടെ പരിശ്രമം, നമ്മുടെ ഗുരുജനങ്ങൾ കൂടി കിട്ടുന്ന ട്രെയിനിങ്, അതിൽ നിന്നെല്ലാം നമുക്ക് ആ വിദ്യ കിട്ടുന്നത്. പക്ഷെ അധ്യാത്മജ്ഞാനം എന്ന് പറയുന്നിടത്ത് ഗുരുവിന്റെ അനുഗ്രഹം, ഭഗവാന്റെ അനുഗ്രഹം, ഈ 2 കാര്യങ്ങൾ കൂടിയുണ്ട്. അതിൽ ചിലപ്പം നമ്മുടെ സിൻസിയറിറ്റി കാരണം അത് വളരെയധികം അവരുടെ നമ്മൾ വലിഞ്ഞു കയറുന്നതല്ല, അവരെ വലിച്ചു പൊക്കുന്ന കൂടിയാണ്. അപ്പം നമ്മുടെ ഇൻട്രസ്റ്റ് കണ്ടിട്ട് അവർ ചിലപ്പം വലിച്ചു പൊക്കുന്നത് കൂടുതൽ നമ്മുടെ അറിവെന്ന് പറയുന്നത് കൂടുതൽ വേഗം പുരോഗമിക്കും. അപ്പൊ ആ ഒരു കാര്യമുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് എല്ലാവരുടെയും ഈ ആധ്യാത്മിക പുരോഗതി എന്ന് പറയുന്നത് സെയിം അല്ല. ചിലരെ കൂടുതൽ സിൻസിയർ ആയതുകൊണ്ട് അവർ വേഗത്തിൽ മുമ്പോട്ട് പോകും. അപ്പം നമ്മൾ സദാ റെഡി ആയിരിക്കുക. എന്താ അവസാനത്തെ ശ്ലോകത്തിൽ എന്താ പറഞ്ഞ? എത്ര പാർത്ഥോധനുർത്തരഃ. അവിടെ അപ്പൊ നമ്മൾ റെഡി ആയിരിക്കണം, നമ്മൾ ഉത്സാഹഭരിതരായിരിക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കും ഈസി ആയിട്ട് ഇതൊക്കെ മനസ്സിലാകാനായിട്ട് സാധിക്കും. ഈ 2 സെഷനിലും നമ്മൾ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാര് ശ്ലോകവും അതിന്റെ വിവർത്തനവും വായിച്ച് അതെന്താണെന്ന് മനസ്സിലാക്കേണ്ട ഒരു ചെറിയ ഒരു ഡിസ്ക്രിപ്ഷൻ 5 6 അല്ലെ 10 സെന്റൻസിൽ ആ ശ്ലോകങ്ങളുടെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട്. അപ്പം ജസ്റ്റ് ആ ട്രാൻസ്ലേഷൻ വായിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതിനേക്കാളും അല്പം കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഓരോരുത്തർക്കും കിട്ടാൻ വേണ്ടിയാണ് ഈ ഒരു ഉദ്യമം.
അപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു തവണ ഇത് വായിച്ചിട്ട് വരിക, കേൾക്കുക, അതിനുശേഷം ഒരു തവണ വായിക്കുക. അത്രയും ചെയ്തു കഴിഞ്ഞാൽ ഒരു ഐഡിയ കിട്ടും. അതിനു വേണ്ടിയിട്ടാണ് ആ വായിക്കാനായിട്ട് പ്രചോദിപ്പിക്കാൻ വേണ്ടിയാണ് ആ ക്വിസ് ഇട്ടുകൊണ്ടിരുന്നത്. ക്വിസ് അത് ഭയങ്കര നമുക്ക് മോട്ടിവേഷൻ. ക്വിസിന്റെ ആൻസർ കണ്ടുപിട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും ഇത് ഗീത ക്ലാസ് കഴിഞ്ഞാൽ ഇത് അത്രയുള്ളൂ. ജസ്റ്റ് ആ മനസ്സിലാക്കി ട്രാൻസ്ലേഷൻ വായിക്കുക. അപ്പം പുസ്തകം എടുത്ത് മറിച്ച് നോക്കും. അതിനു വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻസ് ഇട്ടിരിക്കുന്നത്. വേറെ ഒന്നുമില്ല. ആ 20 ശ്ലോകങ്ങളോളം ഉള്ള അതിൽ നിന്റെ ട്രാൻസ്ലേഷനിൽ നിന്ന് മാത്രമാണ് ആ ചോദ്യങ്ങൾ. ഓക്കെ, ജസ്റ്റ് വായിക്കാൻ വേണ്ടിയുള്ള പ്രയത്നമാണ് ചെയ്തത്. ഇപ്പോ 10:52 ആയി, നമുക്ക് അവസാനിക്കാനുള്ള സമയമായി. 9:52 പലരും എക്സിറ്റ് ആയി കഴിഞ്ഞു ഓൾറെഡി. ഓക്കെ, നമുക്ക് ക്ലോസിംഗ് പ്രേയറിലേക്ക് പോവാം. നമസ്തേ നരസിംഹായ പ്രഹ്ലാദലാദദായിനേ ഹിരണ്യകശിപൂർവക്ഷഃ ശീലതഗാനകാലായേ ഇതോ നൃസിംഹോ പരതോ നൃസിംഹോ യഥോ യഥോ യാമി തതോ നൃസിംഹോ ബഹേ നരസിംഹോ ഹൃദയേ നരസിംഹോ നരസിംഹമതിം ശരണം പ്രപദ്യേ തവ കരകമലവരേ നാഗ അദ്ഭുത ശൃംഗ ദാലിതാ ഹിരണ്യകശിപോ തനുഭൃംഗ കേശവധൃത നരഹരിരൂപം ജയ ജഗദീശ ഹരേ ജയ ജഗദീശ ഹരേ ജയ ജഗദീശ ഹരേ ജയ കേശവധൃത നരഹരിരൂപ ജയ ജഗദീശ ഹരേ जय जगदीश हरे जय जगदीश हरे जय नरसिंहदेव जय नरसिंहदेव नरसिंहदेव जय नरसिंहदेव जय नरहरि जय नरहरि नरहरि जय नरहरि जय लक्ष्मी नरसिंह जय लक्ष्मी नरसिंह लक्ष्मी नरसिंह जय लक्ष्मी नरसिंह जय प्रहलाद महाराज जय प्रहलाद महाराज प्रहलाद महाराज जय प्रहलाद महाराज जय जय प्रभुपाद 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 जय जय प्रभुपाद भक्ति विघ्ननाश नरसिंह भगवान की जय भक्त प्रहलाद महाराज की जय श्रील प्रभुपाद की जय वाञ्छा कल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः आनंद गौड़ी वैष्णव वृंद की जय नमाचार्य हरिदास दास. ഇപ്പോ എല്ലാവരും ഹരേ കൃഷ്ണ മഹാമന്ത്രം എന്നും ചൊല്ലുക. ഒന്നുള്ളത് അത് രണ്ടാക്കാൻ ശ്രമിക്കുക. നമ്മൾ ഇത്രയും പ്രയാസപ്പെട്ട് എല്ലാവരെയും ഹരിനാമത്തെക്കുറിച്ചും അതിന്റെ മഹിമയെക്കുറിച്ചും എല്ലാം പഠിപ്പിച്ചു. എങ്ങനെ ചാൻറ്റ് ചെയ്യണമെന്ന് പഠിപ്പിച്ചു. അത് ഒരിക്കലും വേസ്റ്റ് ആകരുത്. എല്ലാവരും ഡെയിലി ഒരു റൗണ്ട് ചെയ്യുക. ഒരു റൗണ്ട് ചെയ്താൽ തന്നെ നമുക്ക് ഇനി ഒരു റൗണ്ട് കൂടെ ചെയ്യണമെന്നൊരു ആഗ്രഹം മനസ്സിൽ തോന്നും. അങ്ങനെയാണെങ്കിൽ 2 റൗണ്ട് ചാൻറ്റ് ചെയ്യുക. അപ്പോ ഇതിൽ എന്തെങ്കിലും നമുക്ക് തെറ്റുകുറ്റങ്ങൾ വരാം, മനുഷ്യ സഹജമാണ്. എല്ലാവരും നമ്മളോട് ക്ഷമിക്കുക. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.